ഏതെങ്കിലും ഒരു കുടുംബത്തിന്റെ ഉള്ളിൽ കയറി ചെന്ന് എപ്പോഴെങ്കിലും അവരെ പിണക്കുന്ന ഒരു വാക്ക് പറഞ്ഞതായി പറയാൻ പറ്റുമോ? നിങ്ങളൊക്കെ അവരവന്റെ കുടുംബ ജീവിതത്തിലെ സഹധർമ്മിണികളെ നാവ് കൊണ്ടും കൈകൊണ്ടും ശരീരം കൊണ്ടും വേദനിപ്പിക്കുമ്പോൾ സ്നേഹമസൃണമായ ജീവിതം എങ്ങനെയാണെന്ന് സ്വജീവിതത്തിലൂടെ അടയാളപ്പെടുത്തി തന്ന ആളാണ് ഞാൻ. എന്റെ ജീവിതത്തിൽ നിന്നാണ് നിങ്ങൾ സ്നേഹം പഠിച്ചത്, എന്റെ ജീവിതത്തിൽ നിന്നാണ് നിങ്ങൾ കാരുണ്യം പഠിച്ചത്, എന്റെ ജീവിതത്തിൽ നിന്നാണ് പെൺമക്കളോടുള്ള അവാച്യമായ സ്നേഹത്തിന്റെ നിമിഷങ്ങൾ മുഴുവനും നിങ്ങൾ എണ്ണിക്കണക്കാക്കി മനസ്സിലാക്കിയത്. 4 പെൺകുട്ടികളെ എന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി ഞാൻ വളർത്തുമ്പോൾ, അവരെ കൈപിടിച്ച് ഞാൻ ഈ മക്കയിലൂടെ നടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പെൺകുഞ്ഞുങ്ങളെ കൊന്നതിന്റെ അന്നത്തെ ചൂരും മണവും അവസാനിക്കാത്ത മനുഷ്യന്റെ മനസ്സ് മരവിച്ചു പോകുന്ന കഥനകഥകളാണെങ്കിൽ ആ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന്റെ സന്തോഷമാണ് എന്റെ ജീവിതത്തിലൂടെ ഞാൻ നിങ്ങൾക്ക് കാഴ്ചവെച്ചത്. എപ്പോഴെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് അള്ളാഹു തന്ന ബുദ്ധി കൊണ്ട് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ഈ സന്ദേശം എത്രമാത്രം സത്യമാണ് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് എന്റെ ജീവിതത്തിന്റെ വിശുദ്ധിയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി അവരോട് മുന്നോട്ട് വെക്കുന്നത്, കുട്ടിക്കാലത്തെ ജീവിതത്തിൽ ഞാൻ നിങ്ങൾക്ക് എത്ര പരിഹാരം നൽകി, നിങ്ങൾക്ക് എത്ര രോഗശമനം നൽകി, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ അങ്ങനെ രോഗശമനം നൽകിയ ആളുകൾ? ഞാൻ കുട്ടിയായി ജീവിക്കുന്ന സമയത്ത് നിങ്ങളെ കൂട്ടത്തിൽ ശരീരത്തിൽ വേദനയുള്ളവർ, അസുഖം ബാധിച്ചവർ എന്റെ സമീപത്ത് വന്ന് എന്റെ കൈയൊന്ന് പൊക്കിയെടുത്ത് അവരെ ശരീരത്തിൽ സ്പർശിക്കുമ്പോഴേക്ക് രോഗം മാറിയവർ എത്ര പേരുണ്ട്? എന്നെ കൊണ്ട് അള്ളാഹു നിങ്ങൾക്ക് മഴ നൽകിയിട്ടില്ലേ? അബൂ ത്വാലിബ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോറ്റുന്ന 8ാമത്തെ വയസ്സിൽ മക്കയിൽ വരൾച്ചയുണ്ടായി. തീരെ മഴ ലഭിക്കാത്ത അവസ്ഥ വന്നപ്പോൾ അന്നത്തെ നേതാവാണ്, കാരണവരാണ് അബൂ ത്വാലിബ്. അബൂ ത്വാലിബിന്റെ അടുത്ത് വന്ന് ജനങ്ങൾ പരാതിപ്പെട്ടു. ആ സമയത്ത് പലരും പറഞ്ഞു, നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ആശ്രയിക്കുന്ന കുറെ ദൈവങ്ങളുണ്ട് ഇവിടെ, അവരെ പോയി അവരോടൊന്ന് പറഞ്ഞു നോക്കാം. പലരും പല പേരുകളും പറഞ്ഞു, ലാത്ത, ഉസ്സ, മനാത്ത എന്നൊക്കെ. അതിന്റെ അടുത്തൊക്കെ പോയി ജനങ്ങൾ പരാതി പറഞ്ഞു. ആ സമയത്ത് ഈ പരാതികളൊന്നും സ്വീകരിക്കാത്ത, അവരെങ്ങനെ നോക്കി മീച്ചു നിൽക്കാൻ പോലും കഴിവില്ലാത്ത അചേതന വസ്തുക്കളോട് പരാതിപ്പെട്ട് തിരിച്ചു വരുന്ന സമയത്ത് അവരെ കൂട്ടത്തിൽ നിന്നൊരു പ്രായം ചെന്ന കാണാൻ നല്ല അഴകുള്ളൊരു മനുഷ്യൻ പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ഈ രൂപത്തിൽ ഒരു വ്യാജമായ ഏർപ്പാട് ചെയ്യുന്നത്? വഫീകും ബാഖിയത്തു ഇബ്രാഹിം വസുലാലത്തു ഇസ്മാഈൽ അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തിരുശേഷിപ്പും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയുടെ ബാക്കിയും അള്ളാഹു നിങ്ങളിൽ തന്നിട്ടുണ്ടല്ലോ. ജനങ്ങൾ ചോദിച്ചു, നിങ്ങൾ ഉദ്ദേശിച്ചത് അബൂ ത്വാലിബിനെയാണോ? അതേ, അബൂ ത്വാലിബിനെ തന്നെയാണ്. അപ്പവര് ഈ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പ്രതിഷ്ഠകളോട് ചോദിക്കുന്നതിന് പകരം അബൂ ത്വാലിബിന്റെ സവിധത്തിൽ ചെന്നു. എല്ലാവരും കൂടി ആ വാതിൽക്കൽ ചെന്നിട്ട് പറഞ്ഞു, യാ അബാ ത്വാലിബ്, ഞങ്ങൾക്ക് വെള്ളമില്ല, വരൾച്ചയാണ്, വിഷമമാണ്, അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് മഴ ചോദിച്ച് വെള്ളം വാങ്ങിത്തരണം. അബൂ ത്വാലിബ് ഒറ്റക്കല്ല പുറപ്പെട്ടത്. പുറപ്പെടുമ്പോൾ അബൂ ത്വാലിബിന്റെ ഒരു കയ്യിൽ വിരല് പിടിച്ചു നിൽക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. കുട്ടിക്കാലത്തന്ന് തങ്ങൾക്ക് 8 വയസ്സ് പ്രായമാണ്. ആ കുട്ടിയുടെ കയ്യും പിടിച്ച് നേരെ ചെല്ലുന്നത് ജബൽ അബീ ഖുബൈസിന്റെ മുകളിലേക്കാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ മുന്നിൽ നിർത്തി, ചേർത്ത് നിർത്തിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് എല്ലാവരും ചോദിക്കുന്നത് പോലെ, വെള്ളം ചോദിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് വെള്ളം ചോദിക്കുമ്പോഴേക്ക്, കരങ്ങൾ ഉയർത്തി പറയുമ്പോഴേക്ക് ഒരു ചെറിയ പൊടി പോലും കാർമേഘത്തിന്റെ ഭാഗം കാണാത്ത ആകാശഗംഗയിൽ എല്ലാ ഭാഗങ്ങളിലും ഇരുണ്ട മേഘങ്ങൾ ഒരുമിച്ചുകൂടി നല്ലവണ്ണം മഴ ലഭിച്ചു. ആ മഴ ലഭിച്ച് ജനങ്ങൾക്കൊക്കെ വലിയ സന്തോഷം വന്നപ്പോൾ അബൂ ത്വാലിബ് കുട്ടിക്കാലം മുതൽക്ക്
ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുൻനിർത്തിയിട്ട് കിട്ടിയ ഈ വലിയ അനുഗ്രഹം സാക്ഷ്യപ്പെടുത്തി എപ്പോഴും പറയാറുണ്ട്, വബിയളു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി തിമാലുൽ യതാമാ ഇസ്മതുൽ ലിൽ അറാമിലി എലുദു ബിഹിൽ ഹുല്ലാകു മിൻ ആലി ഹാശിമി ഫഹും ഇൻദഹു ഫീ നിഅമത്തിൻ വഫവാളിലി. കുട്ടിക്കാലത്തെ ബറക്കത്ത് ആസ്വദിച്ചുകൊണ്ട് അനുസ്മരിച്ചുകൊണ്ട് അബൂ ത്വാലിബ് പലപ്പോഴും പാടുന്ന 2 വരികളാണ്. വാബിയദു, അവിടുന്ന് വെളുത്ത ശരീരമാണ്, തനിയെ വെളുപ്പല്ല, വെളുപ്പിനോട് ചുവപ്പ് കലർന്ന ശരീരമാണ്. ഇസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി, അവിടുത്തെ മുഖം കണ്ടാൽ മേഘം നല്ലവണ്ണം മഴ ചുരത്തും. സിമാലുൽ യതാമ, അഗതികളുടെ അനാഥകളുടെ അവലംബമാണ് അവിടുന്ന്. ഇസ്മത്തുൽ ലിൽ അറാമിലി, വിധവകൾക്ക് അത്താണിയാണ്. ഈ പാട്ടിങ്ങനെ അനുസ്മരിച്ചുകൊണ്ട് പാടും. കുട്ടിക്കാലത്ത് തങ്ങളെ മുന്നിൽ നിർത്തിയിട്ട് അള്ളാഹുവിനോട് മഴ ചോദിക്കുമ്പോൾ ആ പ്രസന്നമായ പരിശുദ്ധമായ മുഖം കാണുമ്പോഴേക്ക് മേഘം തന്നെ തങ്ങൾക്ക് കീഴ്പ്പെടുകയാണ്, അടിമപ്പെടുകയാണ്, സന്തോഷത്തിന്റെ പേമാരി വർഷിക്കുകയാണ്. നബുവത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെത്തിയിട്ട് അവിടെ വലിയ വരൾച്ചയുണ്ടായ സമയത്ത് വെള്ളിയാഴ്ച ഖുതുബ ഓതിക്കൊണ്ടിരിക്കുമ്പോ ഒരു മനുഷ്യൻ കടന്നു വന്നൊരു അറാബി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലേ, ജനങ്ങൾ വലിയ വരൾച്ചയിലാണ്, മൃഗങ്ങൾ ചൂടുകൊണ്ട് പല ഭാഗത്തും മണ്ണ് തിന്നുകയാണ്, വെള്ളം കിട്ടാതെ വിഷമിച്ചുകൊണ്ട് മണ്ണിങ്ങനെ വാരിയെടുത്ത് അതിന്റെ അടിയിലെങ്ങാനും വെള്ളത്തിന്റെ ചെറിയ നനവുണ്ടോന്ന് ഒട്ടകങ്ങളൊക്കെ മാന്തി നോക്കുന്നുണ്ട്. ആ ഒരവസ്ഥയിൽ വല്ലാത്ത ഭീതിയിലാണെന്ന് പറഞ്ഞപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേ മിമ്പറിൽ നിന്നുകൊണ്ട് തങ്ങൾ നേരെ കൈ ഉയർത്തിയിട്ട് അള്ളാഹുവിനോട് മഴ ചോദിക്കുന്നു. അല്ലാഹുമ്മ സ്ഖിനാ ഗൈസൻ മുഗീസൻ ഹനീഅൻ മരീഅൻ മരീആ. ആ ചോദ്യം തീരുമ്പോഴേക്ക് അള്ളാഹു മഴ നൽകുകയാണ്. ശക്തമായ മഴ വർഷിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കണ്ട് വല്ലാതെ സന്തോഷിച്ചു. സന്തോഷിച്ച സമയത്ത് ആ മഴയിലേക്ക് നോക്കിയിട്ട് ഈ അബൂ ത്വാലിബിന്റെ വരികൾ ഏറ്റുപാടിയിട്ട് അറാബി പറഞ്ഞു, വബിയദു യുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹി സിമാലുൽ യതാമാ ഇസ്മത്തുൽ ലിൽ അറാമിലി. എന്ന് അബൂ ത്വാലിബ് ഉണ്ടെങ്കിൽ ഈ മഴ കണ്ടാൽ ഏറ്റവും കൂടുതൽ മനസ്സിന് സന്തോഷം ലഭിക്കുന്നത് അബൂ ത്വാലിബിനായിരിക്കും. കാരണം ഞങ്ങളെക്കാൾ ഈ അനുഭവം പഴയകാലം മുതൽക്ക് ഉള്ള ആളാണ് അബൂ ത്വാലിബ്. പക്ഷേ ആ വരികൾ പറയുന്ന സമയത്ത് അബൂ ത്വാലിബില്ല. അബൂ ത്വാലിബ് കുട്ടിക്കാലത്ത് ഈ സംഭവം പാടി പറയുന്നത് എല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരു മഴ മാത്രമല്ല, മഴ വലിയ അനുഗ്രഹമാണ്. ഒരു തുള്ളി വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് വരാതിരുന്നാൽ ഇവിടെയുള്ള ജലാശയങ്ങളെ കൊണ്ട് മതിയാകുമെന്ന് ആരും നിനക്കരുത്. ഇവിടെയുള്ള ജലാശയങ്ങളുടെ അടിസ്ഥാനം അള്ളാഹു വർഷിക്കുന്ന മഴയാണ്. നമുക്ക് ഭക്ഷിക്കാൻ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കളുടെ അടിസ്ഥാനം അള്ളാഹു നൽകുന്ന മഴയാണ്. പഴവർഗ്ഗങ്ങൾ തുടങ്ങിയിട്ട് എല്ലാറ്റിന്റെയും അടിസ്ഥാനം മഴയാണ്. ആ വലിയ ഔദാര്യമെങ്ങാനും അവസാനിച്ചു പോകുന്ന സന്ദർഭം വരുമ്പോ ജനങ്ങൾ ഏറ്റവും വലിയ ഭീതിയിലും വലിയ ഭയപ്പാടിലുമാണ്. അത്തരത്തിലൊരവസരം ഭൂമിയിൽ ഇനി വരാനിരിക്കുന്നുണ്ട് ഖിയാമത്തിനോട് അനുബന്ധിച്ചുകൊണ്ട്. ഇരിക്കട്ടെ സഹോദരങ്ങളെ, അപ്പൊ മഴ നൽകി എന്നത് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. അതിന് കാരണക്കാരനായി തങ്ങൾ വർത്തിക്കുന്നത് അവിടുത്തെ കുട്ടിക്കാലത്താണ്. അതിനു മുമ്പ് 1-ാമത്തെ വയസ്സിൽ തന്നെ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തങ്ങൾ പ്രവേശിച്ച ശേഷം ഹലീമ റളിയല്ലാഹു അൻഹയുടെ അനുഭവമാണ് പറയുന്നത്. ചരിത്രകാരന്മാർ മുഴുവനും രേഖപ്പെടുത്തിയത് കാണാം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആ വീട്ടിലേക്ക് വിസിറ്റേഴ്സിന്റെ തിരക്കാണ്. ഞങ്ങളാരും ചിന്തിച്ചു പോകരുത്, 40 വയസ്സിന് ശേഷം വലിയൊരു ശാന്തിയും സമാധാനവുമായി തങ്ങളിങ്ങ് രംഗപ്രവേശനം ചെയ്തു. മഅദല്ലാഹ്, അങ്ങനെയല്ല. അവിടുന്ന് കുട്ടിക്കാലം മുതൽക്ക് ശാന്തിയാണ്, സമാധാനമാണ്.
വലിയ സന്തോഷമാണ്, കാരുണ്യമാണ്. ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ജനങ്ങൾ വീട്ടിലേക്ക് വരികയാണ്. കൂട്ടം കൂട്ടമായി ആളുകൾ അങ്ങനെ വന്നു പോകുന്നു. എന്താണ് അവരെ പരിപാടി? തലവേദനയുള്ളവർ, ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ അസ്വസ്ഥതയുള്ളവർ, കട്ടിലിൽ കിടക്കുന്ന, തൊട്ടിലിൽ കിടക്കുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന കുഞ്ഞിന്റെ കൈയെടുത്തുകൊണ്ട് ശരീരത്തിൽ ഒന്ന് സ്പർശിക്കുമ്പോഴേക്ക് അവർക്ക് വലിയ സന്തോഷം ലഭിക്കുന്നു, അസുഖം പൂർണ്ണമായി ഭേദമാകുന്നു. എത്ര കുഞ്ഞുങ്ങൾ ആ മക്കയിൽ ജനിച്ചിട്ടുണ്ട്. ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ ഇതിന്റെ മുമ്പ് എപ്പോഴെങ്കിലും ഒന്ന് പറയാമോ? ചരിത്രത്തിൽ ആർക്കെങ്കിലും ഒന്ന് സൂചിപ്പിക്കാൻ കഴിയുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ജനങ്ങൾക്കുള്ള പരിഹാരം നൽകുന്നത് 40 ശേഷമല്ല. കുട്ടിക്കാലം മുതൽക്ക് അവിടുന്ന് പരിഹാരം നൽകുകയാണ്. മനുഷ്യർക്ക് മാത്രമല്ല, ജീവികൾക്കും അങ്ങനെയാണ്. ഇത് പറഞ്ഞതിന്റെ തൊട്ടിപ്പുറത്ത് ഹലീമ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, ആടുമാട് ഒട്ടകങ്ങൾക്ക് സൂക്കേടായി കഴിഞ്ഞാൽ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടുവന്ന് കെട്ടുകയാണ്. ഹലീമ റളിയല്ലാഹു അൻഹയുടെ വീട്ടുമുറ്റത്ത്. അത് ഉസ്താദേ, ഇപ്പൊ ആധുനിക ചികിത്സ കൊണ്ട് നടക്കൂലേ? ആ ഡോക്ടർമാരെ കൈയൊക്കെ ഒന്ന് വെച്ച് എല്ലാവരും ഒന്ന് മാറ്റി വന്നാട്ടെ, കാണാലോ. എല്ലാവരും ആ കൈ വെച്ച് രോഗമൊക്കെ ഒന്ന് മാറ്റി വെച്ചൊന്ന് അനുഭവം പറഞ്ഞാട്ടെ. നടക്കില്ല അത്. കാരണം അത് നുബുവത്തിന്റെ മഹത്വമുള്ള കൈയാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ. ആ ശരീരത്തിന് ആ നിലക്കുള്ളൊരു മഹത്വം വേറിട്ട രീതിയിൽ അള്ളാഹു നൽകിയിട്ടുണ്ട്. അതൊരു ഭൗതിക തലത്തിൽ വായിക്കേണ്ട ഒരു സന്ദർഭമല്ല. അങ്ങനെ വായിക്കുന്നവർ ഒന്നുകൂടി നല്ലോണം ചിന്തിച്ചുകൊണ്ട് അവരെ ബുദ്ധിയെ ഒന്ന് ക്രമീകരിച്ചുകൊണ്ട് നന്നായി വായിക്കണം. ഈ രൂപത്തിൽ ജീവിച്ച ഒരുപാട് അമ്പിയാക്കൾ ലോകത്തുണ്ട്. പക്ഷേ അവർക്ക് ജനങ്ങൾക്ക് ശിക്ഷണം നൽകിയത്, സമാധാനം നൽകിയത് 40 ശേഷമാണ്. പ്രശ്നങ്ങളിൽ ഇടപെട്ടത് 40 ശേഷമാണ്. കുട്ടിക്കാലം മുതൽക്ക് പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകിയ നേതാവ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അതുകൊണ്ടല്ലേ ആടുമാട് ഒട്ടകങ്ങൾക്ക് വരെ അവിടുന്ന് വലിയ പരിഹാരമാണ്. മുറ്റത്തേക്ക് കുട്ടിയെ കൊണ്ടുപോവുകയാണ് കയ്യിലെടുത്തിട്ട്. എന്നിട്ട് ആ ക്ഷീണമുള്ള, രോഗമുള്ള ആടുമാട് ഒട്ടകങ്ങളെ ശരീരത്തിന്റെ മേലൊന്ന് സ്പർശിക്കുന്നു, ഒന്ന് തിരിച്ചു കൊണ്ടുവന്ന് വീണ്ടും വീട്ടിലേക്ക് വെക്കുന്നു. സുബ്ഹാനല്ലാഹ്, അവിടുന്ന് അല്ലാഹു തആല നൽകിയ വലിയ അനുഗ്രഹമാണ്. ആ അനുഗ്രഹം അന്ന് മുതൽക്കേ ജനങ്ങൾ ആസ്വദിക്കുകയാണ്, അവരത് അനുഭവിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തും ആ ഭക്ഷണത്തിൽ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്കും കുട്ടിക്കാലത്ത് തന്നെ വലിയ ബറക്കത്ത് അനുഭവപ്പെട്ടതല്ലേ? അബൂ ത്വാലിബിന്റെ വീട്ടിലേക്ക് തങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി, വിശ്രമിക്കാൻ വേണ്ടി കടന്നു വരുന്നത് 8ാമത്തെ വയസ്സ് മുതലാണ്. 8ാമത്തെ വയസ്സിൽ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ് വഫാത്തായ ശേഷം അബൂ ത്വാലിബ് തങ്ങളെ ഏറ്റെടുത്ത് വീട്ടിൽ കൊണ്ടുവന്ന്, അബൂ ത്വാലിബിന് ഒരു പരിപാടിയുണ്ട്. എന്നും രാവിലെ ആയി കഴിഞ്ഞാൽ കുട്ടികൾക്കെല്ലാവർക്കും കൂടി ഒരു പാത്രത്തിൽ ഭക്ഷണം വെക്കും. ആ ഭക്ഷണത്തിന് വേണ്ടി എല്ലാ മക്കളും ഒന്ന് തിക്കും തിരക്കും കൂട്ടും. പക്ഷേ തിക്കും തിരക്കും കൂട്ടാതെ മാറി നിൽക്കുന്ന ഒരാളാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു പക്വതയുടെ ശൈലിയാണ്. മറ്റു കുഞ്ഞുങ്ങളെ പോലെയല്ല, തങ്ങള് വേറിട്ടും വേറൊരു ശൈലിയിലാണ്. അത് മനസ്സിലാക്കിയ അബൂ ത്വാലിബ് പിന്നെ ചെയ്യുന്നത്, അവരുടെ കൂടെ തങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാതെ വേറെ ഒരു പാത്രം അതിനു വേണ്ടി മാറ്റിവെക്കുകയാണ്. കാരണം ആ ബഹുമാനം അബൂ ത്വാലിബ് മനസ്സിലാക്കി. ഭക്ഷണത്തിന് വേണ്ടി ഇങ്ങനെ ഉന്തും തള്ളും തിരക്കും കൂട്ടിയിട്ട് അള്ളാഹു നൽകിയ അന്നം നിലത്ത് വീണുപോയാൽ അതിനോട് ചെയ്യുന്ന ബഹുമാനക്കേടാണ്. അത് പാടില്ലെന്ന് തിരിച്ചറിവുള്ളതുകൊണ്ടാണ് തങ്ങൾ മാറി നിൽക്കുന്നത്. അബൂ ത്വാലിബ് ആ പണി അവസാനിപ്പിക്കുന്നു. രാവിലെ മക്കൾ, അബൂ ത്വാലിബിന്റെ മക്കൾ, അവര് മാത്രം ഭക്ഷണം കഴിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്തുന്നതിന്റെ മുമ്പ് അവർ എഴുന്നേറ്റ് വന്നാൽ അവര് വന്നിട്ട് പറയും, ഞങ്ങൾക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് മതിയായിട്ടില്ല, ഇന്ന് ഞങ്ങൾക്ക് ദാഹം മാറിയിട്ടില്ല, വിശപ്പ് മാറിയിട്ടില്ല. അപ്പൊ അബൂ ത്വാലിബിന്റെ ഒരു ചോദ്യമുണ്ട്, നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ അൽ അമീൻ ഉണ്ടായിരുന്നോ? അൽ അമീൻ നിങ്ങളെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിരുന്നോ? ഇല്ല.
ഇല്ലെന്ന് മറുപടി പറയുമ്പോൾ അബൂ ത്വാലിബ് പറയും, അതാണ് വിശപ്പും ദാഹവും ശമനമാകാത്തത്. കൂടെ തങ്ങളുണ്ടെങ്കിലോ അവർക്ക് സന്തോഷമാണ്, ബറക്കത്താണ്, ആർക്കും പരാതിയില്ല. ഇന്ന് ഭക്ഷണം തികഞ്ഞില്ല എന്നോ വെള്ളം കുടിച്ച് ദാഹം ശമിച്ചില്ല എന്നോ ഒരൊറ്റക്കുട്ടിയും പരാതി പറയാറില്ല. പിന്നെ ഈ അനുഭവം വന്ന ശേഷം മക്കളെല്ലാവരും കാത്തിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നത് വരെ അബൂ ത്വാലിബിന്റെ ഭാര്യ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹാ അവര് കാത്തിരിക്കുകയാണ് ഭക്ഷണം വിളമ്പാൻ വേണ്ടി. മറ്റു മക്കളെല്ലാവരും നേരത്തെ എത്തിയാലും അവരോട് പറയുന്നു, ഒന്ന് വെയിറ്റ് ചെയ്യണം, അൽ അമീന് വരട്ടെ. ഈ വലിയ ബറക്കത്ത് അവരെല്ലാം ദർശിച്ചത് കൊണ്ടാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ച് മക്കളൊക്കെ സന്തോഷത്തോടെ പിരിഞ്ഞു പോകുന്ന സമയത്ത് അബൂ ത്വാലിബ് പറയും നബി തങ്ങളെ നോക്കിയിട്ട്, ഇന്നക ലമുബാറകുൻ, നിങ്ങൾ വല്ലാത്ത ബറക്കത്തുള്ള ആളാണ്. കുട്ടിക്കാലത്താണ് സഹോദരങ്ങളെ ഞാനിത് പറയുന്നത്. അഥവാ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നാളും അതിവിശുദ്ധമാണ്. 40-ന് ശേഷം ബഹുമതികളൊക്കെ വന്നു ചേർന്ന് എന്ന് വിശ്വസിക്കുന്നത് അബദ്ധജടിലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നതും അങ്ങനെയാണ്. ലോകത്ത് നിങ്ങൾ നോക്ക്, അമ്പിയാക്കളല്ലേ ഏറ്റവും വലിയ മഹത്വമുള്ളവർ. ആ അമ്പിയാക്കളെ കൂട്ടത്തിൽ അധിക കാലം ജീവിച്ച എത്രയോ മഹാന്മാരുണ്ട്. 1000 കൊല്ലം ജീവിച്ച മഹാനാണ് അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം. 200 കൊല്ലം ജീവിച്ച മഹാനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. 1000-ലധികം വർഷം ജീവിച്ച മഹാനാണ് നൂഹ് നബി അലൈഹിസ്സലാം. അവർക്കാർക്കും അല്ലാഹു നൽകിയിട്ടില്ലാത്ത ഒരു മഹത്വം നമ്മുടെ നബിക്കാണ് അല്ലാഹു നൽകിയത്. അത് നമുക്കതിൽ വലിയ ആത്മാഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. അവിടുത്തെ യഥാർത്ഥ ഉമ്മത്തിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാകട്ടെ. നിങ്ങൾ നോക്ക്, മുത്തുനബി തങ്ങളെ ജീവിതം മാത്രമല്ലേ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞത്. തങ്ങളെക്കാളും നൂറ്റാണ്ടുകൾ ജീവിച്ച എത്ര അമ്പിയാക്കൾ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ട്. എത്രയെത്ര വലിയ ആവർത്തിക്കുന്ന ചരിത്രമുള്ള എത്രയോ മഹാന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അല്ലാഹു തആല മനുഷ്യരിൽ ഒരാളെ ജീവിതം മാത്രമാണ് സത്യത്തിന് ഉപയോഗിച്ചത്. ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിച്ചു, ലഅംറുക ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. വേറെ ആരെയും ആയുസ് അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞില്ല. എത്ര സൃഷ്ടികൾ അല്ലാഹു സത്യം ചെയ്തിട്ടുണ്ട്. വശംസി വദുഹാഹാ വൽ ഖമരി ഇദാ തലാഹാ, നമ്മളൊക്കെ നിത്യേന ഓതാറില്ലേ, എത്രയുണ്ട്. പക്ഷെ മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹു സത്യം ചെയ്ത് പറഞ്ഞത് ഒരേ ഒരു മനുഷ്യനെയാണ്, ഒരേ ഒരു മഹൽ വ്യക്തിയെയാണ്. അത് ആദരവായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മാത്രമാണ്. ലഅംറുക്, നബിയെ അങ്ങയുടെ ആയുഷ്കാലം അത്രയുമാണ് സത്യം. ആയുഷ്കാലം എന്ന് പറഞ്ഞാൽ 40 അല്ല, 1-ാമത്തെ വയസ്സ് മുതൽ 61 വരെ ഏതാണ് ആയുഷ്കാലം? നമ്മുടെ ഒരാൾ ചോദിക്കണം, മറ്റയാൾ എത്ര ആയുഷാ ജീവിച്ച്? 25 വയസ്സുള്ള കുട്ടിയെ പറയാം? അല്ല, 1-ാമത്തെ ഏറ്റവും മുതൽ ലാസ്റ്റ് വരെ പറയും. ലഅംറുക, അങ്ങയുടെ ആയുസ് തന്നെയാണ് സത്യം. ഇന്നഹും ലഫീ സക്റതിഹിം യഅമഹൂൻ. വിശ്വസിക്കാത്തവർ അവരുടെ മസ്തിൽ, അവരുടെ ലഹരിയിൽ അഭിരമിക്കുകയാണ്. വിശ്വസിക്കാതിരിക്കുക എന്നതും ഒരു മസ്താണ്, ഒരു ലഹരിയാണ്. കാരണം അതിന് യാഥാർത്ഥ്യങ്ങളില്ലാതെ കൊണ്ടാണ് മസ്തെന്ന് പറയുന്നത്. അന്ധവിശ്വാസത്തിന് യാഥാർത്ഥ്യങ്ങളില്ല ലോകത്ത്, അന്നുമില്ല ഇന്നുമില്ല. യാഥാർത്ഥ്യം ചോദിച്ചാൽ ആർക്കും പറഞ്ഞു തരാനും കഴിയില്ല. അതുകൊണ്ട് അതൊരു ലഹരിയാണ്. ആ ലഹരിയിൽ അവരെങ്ങനെ പരിഭ്രമിക്കുകയാണ്. എന്ത് ചെയ്യണം, ഏത് ചെയ്യണമെന്ന് വസ്തുനിഷ്ഠമായി പറയാനോ നിർവചിക്കാനോ കഴിയില്ല. അടിസ്ഥാനമില്ലാത്തത് കൊണ്ടാണ്. തങ്ങളെ ആയുഷ്കാലം സത്യം ചെയ്ത് അള്ളാഹു അങ്ങനെ പറയുമ്പോൾ ആ ആയുഷ്കാലം മുഴുവനും പരിശുദ്ധമാണ്, വിശുദ്ധമാണ്. ആ ആയുഷ്കാലത്തിന്റെ ഓരോ ഏടുകളും അങ്ങനെയാണ്. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എല്ലാ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭക്ഷണം കഴിക്കുന്ന പതിവില്ല. കുട്ടിക്കാലത്ത് തന്നെ ചിലപ്പോ 2-3 ദിവസങ്ങൾ ഭക്ഷണം കഴിക്കാതെ മുന്നോട്ട് പോകും. നമ്മുടെ കുട്ടികളും തങ്ങളും ഒരുപോലെയാണ് എന്ന് വിശ്വസിച്ചാൽ നമ്മുടെ വിശ്വാസത്തിന് വലിയ കുറവാണ്. നമ്മുടെ കുട്ടികളെ പോലെയാണ് തങ്ങളും വളർന്നത് എന്നാരെങ്കിലും എഴുതി വിട്ടാൽ അത് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിശൂന്യരാകരുത്. നമ്മൾ നന്നായി പഠിക്കണം. ഒരിക്കലും അങ്ങനെയല്ല.
നമ്മുടെ കുട്ടികളെ പോലെയാണോ? നമ്മുടെ കുട്ടികളുടെ സ്വകാര്യ ഭാഗങ്ങൾ, നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ ആരെല്ലാം കണ്ടു, ആരെല്ലാം ദർശിച്ചു, ആരെല്ലാം ശുശ്രൂഷിച്ചു? ഒരിക്കലും ഒരാൾ പോലും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വകാര്യത ദർശിച്ചിട്ടില്ല. അള്ളാഹു അവിടുത്തേക്ക് നൽകിയ പരിശുദ്ധിയാണ്. അതാണ് നമ്മളൊക്കെ ഏറ്റു ചൊല്ലുന്നത്, വലദതുഹു മഖ്തൂനം വമക്ഹൂലൻ കമാ ഖദ് ജാഅ ഫിൽ ഖബരി സ്വഹീഹിൽ മുസ്നദു. അല്ലാഹു തആല അവിടുത്തേക്ക് ജന്മം നൽകിയത് മഖ്തൂനൻ, നേരത്തെ തന്നെ ചേലാകർമ്മം നിർവഹിക്കപ്പെട്ടവരായിട്ടാണ്. അതേ സമയത്ത് പല അമ്പിയാക്കളും ഇതിന് അപവാദമാണ്, ഇതിനെതിരാണ്. വലിയൊരു നബിയല്ലേ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ചേലാകർമ്മം നടത്തിയത് 80-ാമത്തെ വയസ്സിലാണ്. കുട്ടിക്കാലത്തല്ല, 80-ാമത്തെ വയസ്സിലാണ്. തങ്ങളുടെ ചേലാകർമ്മം ചെയ്യാൻ വേണ്ടി വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ നിശ്ചയം നടത്തി. ജനങ്ങൾക്കത് വിട്ടുകൊടുത്തില്ല, വൈദ്യന്മാർക്ക് ആ ശുശ്രൂഷ വിട്ടുകൊടുത്തില്ല. ആ രംഗത്ത് സാക്ഷികളാകാൻ ഒരാണിനെയും പെണ്ണിനെയും അല്ലാഹു തആല ചുമതലപ്പെടുത്തിയില്ല. അത് അല്ലാഹു തങ്ങൾക്ക് നൽകിയ വലിയൊരു വിശുദ്ധിയാണ്. അങ്ങനെ തുടങ്ങി ഓരോ ദിനങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത് എങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ മഹാന്മാരായ തങ്ങളെ നോക്കുന്ന, പോറ്റി വളർത്തുന്ന ഉമ്മമാരും അതുപോലെ തന്നെ സഹോദരന്മാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രാവും പകലും വീക്ഷിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് തങ്ങൾ ഒറ്റക്കിരിക്കുന്ന സന്ദർഭങ്ങൾ കാണാറുണ്ട്. അബൂ ത്വാലിബ് പറയുന്നു, രാവിലെ തന്നെ ഒറ്റക്കിരിക്കുമ്പോൾ ഞങ്ങൾ ചോദിക്കും, എന്താണ് നിങ്ങളെ ഒറ്റക്കിരിക്കുന്നത്? ഒന്നുമല്ല, കുറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുകയാണ്. കുട്ടിക്കാലത്ത് തന്നെ തീവ്രമായ ബുദ്ധിയല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയത്. ആ ബുദ്ധിയുടെ വലിയ വലിപ്പം കൊണ്ടാണ് ഏതെങ്കിലും ഒരു പുരോഹിതൻ തങ്ങളോട് സംസാരിക്കാൻ വേണ്ടി വരുമ്പോ ബിസ്മില്ലാത്ത, ബിസ്മിൽ ഉസ്സ, ബിസ്മി മനാത്ത എന്ന പേര് കൊണ്ടിട്ട് സംസാരം തുടങ്ങിയാൽ തങ്ങൾ പ്രത്യുത്തരം പറയില്ല. എന്താ നിങ്ങൾ മറുപടി പറയാത്തത്? നിങ്ങൾ ആരംഭിച്ചത് എനിക്ക് ഇഷ്ടമില്ലാത്ത ചില പേരുകളാണ്, ഞാൻ ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത പേരുകളാണ്, ലാത്ത ഉസ്സ മനാത്തയുടെ പേരുകൾ. അത് പറഞ്ഞിട്ട് എന്നോട് സംസാരിക്കാൻ വന്നാൽ മറുപടി പറയില്ല. അപ്പൊ അവര് തിരിച്ചു പറയും, പിന്നെ ബിസ്മില്ലാഹില്ലദീ ലാ ഇലാഹ ഇല്ലാഹു, അള്ളാഹുവിന്റെ നാമം പറയുമ്പോൾ തങ്ങൾ മറുപടി പറയുന്നു, ചോദിച്ചതിന് ഉത്തരം പറയുന്നു. അതിന്റെ മുമ്പ് ലാത്തയെ പറ്റിയും ഉസ്സയെ പറ്റിയും മനാത്തയെ പറ്റിയും ആമുഖത്തിൽ സൂചിപ്പിച്ച് അതിന്റെ പേര് പറഞ്ഞ് ആരംഭിക്കുമ്പോ മിണ്ടുന്നില്ല. സഹോദരങ്ങളെ, ഇത് ബാപ്പയോ ഉമ്മയോ ഓതിക്കൊടുത്ത തത്വശാസ്ത്രമാണോ? ഏതെങ്കിലും ഗുരുനാഥനിൽ നിന്ന് തങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ടാണോ ഇങ്ങനെ നിർവഹിക്കുന്നത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുത്തേക്ക് നൽകിയൊരു പക്വതയുണ്ട്, ഒരു വേർതിരിവുണ്ട്. അത് നമ്മളാരും നിർവചിക്കുന്നത് പോലെ സാധാരണ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കുന്ന വേർതിരിവല്ല. അവരെ മുന്നിൽ വരുന്ന ഭക്ഷ്യവസ്തുക്കളെ കുറിച്ചുള്ള വേർതിരിയുന്നൊരു ബോധ്യമല്ല. അതേ സമയത്ത് തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ വ്യത്യസ്ത രൂപത്തിൽ ആഘോഷങ്ങൾ നടക്കാറുണ്ട്. ആ ആഘോഷങ്ങളിൽ മിക്ക ആഘോഷങ്ങളും അല്ലാഹു വെറുത്തതാണ്. അത്തരത്തിൽ ഒരു ആഘോഷത്തിലും തങ്ങളുടെ സാന്നിധ്യം കാണാറില്ല, ഒരു ആഘോഷത്തിലും കാണാറില്ല. മക്കയിൽ എല്ലാ കുഞ്ഞുങ്ങളെയും കാണും, നല്ലവണ്ണം പടക്കം പൊട്ടിക്കുന്ന. ഇന്നത്തെ രീതിയിലേക്ക് ആഘോഷങ്ങൾ, മുസ്ലിം ആഘോഷങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുസ്ലിം ആഘോഷങ്ങൾക്ക് കൃത്യമായ ലിമിറ്റ് ഉണ്ട്, അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിന്റെ അപ്പുറം മറികടക്കാൻ മുസ്ലിമിന് കഴിയില്ല. മുസ്ലിമാണോ അവൻ അതിന്റെ ആ പരിധിക്കുള്ളിൽ നിന്ന് നിൽക്കണം. അതിനൊരു പരിധിയും പരിമിതിയും അല്ലാഹു നൽകിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ഇഷ്ടം പോലെ അഭിരമിക്കാനും ആസ്വദിക്കാനും ഉല്ലസിക്കാനും പറ്റിയതല്ല ഇസ്ലാമിക ആഘോഷങ്ങൾ. അതിന് അല്ലാഹു തആല അതിർത്തി വെച്ചിട്ടുണ്ട്. ഹബീബായ തങ്ങളത് പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ നിന്നാണ് നിർവഹിക്കേണ്ടത്, പുറത്തേക്ക് പോകാൻ പാടില്ല. അങ്ങനെ പരിധികളൊക്കെ ലംഘിച്ച ആഘോഷങ്ങൾ ആ കാലഘട്ടത്തിൽ നടക്കുമ്പോഴും കുട്ടിക്കാലമല്ലേ, സ്വാഭാവികമല്ലേ പങ്കെടുക്കുക. തടഞ്ഞു വെക്കാൻ ഉപ്പയുണ്ടോ? ഇല്ല. നിയന്ത്രിക്കാൻ ഉമ്മയുണ്ടോ? ഇല്ല.
കുറച്ചുകൂടി തങ്ങളിൽ സ്വാധീനം ചെലുത്തിയ ഉപ്പാപ്പയുണ്ടോ? ഇല്ല. മൂത്താപ്പയായ അബൂ ത്വാലിബ് ഈ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ്. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ആഘോഷങ്ങളിൽ എവിടെയെങ്കിലും പോയി നിൽക്കുന്നത്, നേതൃത്വം നൽകുന്നത്, പോയിട്ട് സംബന്ധിക്കുന്നത് പോലും കാണാറില്ല. അവിടുത്തേക്ക് അല്ലാഹു നൽകിയ പ്രത്യേകതയാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാവിലെ കിടക്കപ്പായയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോ വകാന സിബിയാനു യസ്ബഹൂന ശഅസൻ റുമസൻ മുസ്ഫറത്തൻ അൽവാനുഹും, കുട്ടികൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവരുടെ കണ്ണിന്റെ രണ്ട് ഭാഗങ്ങളിൽ, ആ രണ്ട് കുടികളിലും പീളകൾ നിറഞ്ഞിരിക്കുകയാണ്. അവരുടെ രൂപഭാവങ്ങൾ തന്നെ മാറിയിട്ടുണ്ടാകും, മുടികളൊക്കെ പരന്നു കിടക്കുന്നുണ്ടാകും. എന്നാ യുസ്ബിഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടിക്കാലത്ത് തങ്ങൾ കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ ദഹീനൻ കഹീലൻ സ്വഖീലാ, തങ്ങൾ എഴുന്നേറ്റ് വരുമ്പോ നല്ല എണ്ണ തേച്ച മുടിയാണ്. മുടി ഇങ്ങനെ പാറിപ്പറന്ന് കിടക്കുന്നുണ്ടോ? ഇല്ല. കണ്ടിട്ട് ആർക്കെങ്കിലും എന്താ മുടി ഇങ്ങനെ എന്നൊരു തോന്നലുണ്ടോ? ഇല്ല. കഹീലൻ, എപ്പോഴും തങ്ങളെ നോക്കുമ്പോ സുറുമയിട്ട രീതിയിലാണ്. കുളിച്ച് വൃത്തിയായി ഡ്രസ്സ് മാറ്റിയതിനു ശേഷം ആരോ സുറുമയിട്ട് കൊടുത്തതല്ല. സദാസമയത്തും തങ്ങളെ രൂപഭാവം അങ്ങനെയാണ്. വലദതുഹു മഖ്തൂനൻ വ മക്ഹൂലൻ. മക്ഹൂൽ എന്ന് പറഞ്ഞാൽ സുറുമയിട്ട ഒരു സൗന്ദര്യം തങ്ങളെ ശരീരത്തിൽ എപ്പോഴും ഉള്ളതാണ്. കുട്ടിക്കാലത്ത് എഴുന്നേറ്റ് വരുമ്പോ, കടക്കപ്പായയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോ നല്ല ക്ലിയറാണ്. ശരീരം നോക്കിയാൽ ഇപ്പോൾ തങ്ങൾ കുളിച്ച് പുതിയ ഡ്രസ്സ് ധരിച്ചു വരുന്നത് പോലെയുണ്ടാകും. കഅന്നഹു ഫീ അൻഉമി ഐശിൻ ലുതുഫൻ മിനല്ലാഹി ബിഹി, ഏറ്റവും നല്ല സുഖസന്തോഷ ജീവിതത്തിൽ ജീവിച്ച് കിടന്നുറങ്ങി എഴുന്നേറ്റ് വരുന്നത് പോലെ ഉറക്കത്തിന്റെ ഒരു തകരാറും ഒരു ചാബല്യങ്ങളും അവിടുത്തെ ശരീരത്തിലോ സ്വഭാവങ്ങളിലോ വസ്ത്രങ്ങളിലോ മുടിയിലോ രൂപഭാവങ്ങളിലോ ദർശിക്കപ്പെടാറില്ല. ഉമ്മു ഐമൻ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, തങ്ങളെ പരിചരിച്ചൊരു മഹദിയാണ്. മാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഷ്കൂ ജുഅൻ ഖത്തു. കുട്ടിക്കാലത്ത് തങ്ങളെ പരിചരിക്കുമ്പോ കുട്ടിക്കാലത്തോ വലുപ്പത്തിലോ ഒരിക്കലും വിശപ്പിനെ പറ്റി, ദാഹത്തെ പറ്റി പരാതിപ്പെട്ടിട്ടില്ല. ഒരു സമയത്തും വിശപ്പുണ്ട്, ദാഹമുണ്ട് എന്നുള്ള പരാതി തങ്ങൾ പറഞ്ഞിട്ടില്ല. നമ്മുടെ കുട്ടികൾ നേരെ ഒന്ന് വൈകിയാൽ മതി, രാത്രി ഭക്ഷണം കഴിച്ചെന്നെ കിടന്ന് രാവിലെ എഴുന്നേറ്റ് 7 മണിക്ക് കിട്ടേണ്ട ഭക്ഷണം 8 മണിയാകുമ്പോഴേക്ക് അനൗൺസ്മെന്റ് തുടങ്ങും. പല ഭാഗത്തുനിന്നും വിളിയാളങ്ങൾ തുടങ്ങും. കാരണം നമ്മൾ സാധാരണക്കാരാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്തരത്തിൽ ഒരു പരാതിയും പറയാറില്ല. രാവിലെ ആയാൽ കുറച്ച് സംസം വെള്ളമെടുത്ത് കുടിക്കും. അത് കുട്ടിക്കാലത്ത് തന്നെ പതിവാണ്. ചിലപ്പോഴൊക്കെ ഞങ്ങൾ പ്രാതൽ ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കും, ബ്രേക്ക്ഫാസ്റ്റ്. അത് കൊണ്ടുപോയി കൊടുക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ തങ്ങൾ പറയാറുണ്ട്, അനശബആൻ, ഇന്നെനിക്ക് വേണ്ട, എനിക്കിന്ന് വിശപ്പില്ല, ഞാൻ നന്നായി നല്ലവണ്ണം ഭക്ഷണം കഴിച്ച പ്രതീതിയിലാണുള്ളത്. അവർ ചിന്തിക്കുന്നു, എവിടുന്നാണ് തങ്ങൾ ഭക്ഷണം കഴിച്ചത്? സുബ്ഹാനല്ലാഹ്, പലപ്പോഴും അത് കാണാറില്ല. പക്ഷേ അങ്ങനെ ഒരു പരാതിയും പറയാറില്ല. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വെച്ച് വിസ്വാലിന്റെ നോമ്പ് നോൽക്കുമായിരുന്നു. നമുക്കങ്ങനെ നോക്കാൻ പറ്റൂല, ശരീഅത്ത് നമുക്കതിന് എതിരാണ്. ഞാനും നിങ്ങളും ഇന്ന് രാവിലെ പ്രഭാതത്തിൽ നോമ്പ് തുടങ്ങിയാൽ വൈകുന്നേരമാകുമ്പോ തുറക്കണം. തങ്ങൾ രാവിലെ നോമ്പ് നോറ്റ് വൈകുന്നേരം അത് തുറക്കുന്നില്ല. പിറ്റേന്നും നോമ്പാണ്. അത്താഴം കഴിച്ചതോ ഇന്നലെ കഴിച്ച അത്താഴമാണ്. ഇതിനാണ് വിസാൽ, സൗമുൽ വിസാൽ എന്ന് പറയുന്നത്. സ്വഹാബത്ത് ചോദിച്ചല്ല, നബിയെ, തങ്ങളെപ്പോലെ ഞങ്ങളും വിസാലിന്റെ നോമ്പ് നോക്കട്ടെ? അഥവാ 2-3 ദിവസം തുടരെ നോമ്പ്, 3-ാമത്തെ ദിവസമോ 4-ാമത്തെ ദിവസമോ നോമ്പ് തുറക്കും വൈകുന്നേരമാകുമ്പോ. പകൽ സമയം മാത്രമല്ല, രാത്രി സമയത്തും ഒന്ന് ഭക്ഷിക്കാതിരിക്കുന്നതാണ് വിസ്വാല്. അല്ലാതെ രാവിലെ അത്താഴത്തിന് ഭക്ഷണം കഴിച്ച് മഗ്രിബാകുമ്പോ നോമ്പ് തുറക്കുന്നതല്ല. 2-3 ദിവസം കഴിയുമ്പോഴാണ് നോമ്പ് തുറക്കുന്നത്.
തങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ, ഞങ്ങളും അങ്ങനെ ചെയ്യട്ടെ? തങ്ങളെ മറുപടി പറ്റില്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഇന്നീ ലസ്തു കഅഹദിൻ മിൻകും, നിങ്ങളിൽ ഒരാളെ പോലെയുമല്ല ഞാൻ. ഇന്നീ ലസ്തു കഹൈഅതികും, നിങ്ങളെ പ്രകൃതിയും എന്റെ പ്രകൃതിയും മാറ്റമുണ്ട്. നിങ്ങളെ ശരീരവും എന്റെ ശരീരവും മാറ്റമുണ്ട്. നിങ്ങളെ ആരോഗ്യവും എന്റെ ആരോഗ്യവും മാറ്റമുണ്ട്. നിങ്ങളെ സ്വഭാവവും എന്റെ സ്വഭാവവും മാറ്റമുണ്ട്. ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീൻ, ഭക്ഷണം കഴിക്കാതെ നോമ്പ് തുറക്കാതെ ഇന്ന് രാത്രി ഞാൻ വിശ്രമിച്ചാലും തഹജ്ജുദിന് എഴുന്നേറ്റ് നിസ്കരിക്കുന്ന 1-2 മണിക്കൂർ എനിക്ക് തടസ്സമാകൂല. ഭക്ഷണം കഴിച്ച ആരോഗ്യം അള്ളാഹു എന്റെ ശരീരത്തിന് തരുന്നു. വെള്ളം കുടിച്ച ആരോഗ്യം അള്ളാഹു എന്റെ ശരീരത്തിന് തരുന്നു. നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ ആയാലോ എനിക്ക് കിട്ടുന്ന ഒരു പരിരക്ഷ അതുപോലെ നിങ്ങൾക്കും ലഭിക്കുകയില്ല. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിച്ച് നോമ്പ് നോൽക്കുമ്പോ വൈകുന്നേരമായാൽ ഉടനെ തുറന്നോളണം. പിറ്റേ ദിവസത്തേക്ക് നാളെയാകട്ടെ എന്ന് കരുതി നീക്കി വെക്കരുത്. എന്നെ പോലെ ആരോഗ്യം നിങ്ങൾക്കുണ്ട് എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. കഴിയില്ല, നിങ്ങൾക്കാർക്കും അതിന് കഴിയില്ല, നിങ്ങളിൽ ഒരാൾക്കും കഴിയില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസം ഇങ്ങനെ വിസാലിന്റെ നോമ്പ് നോൽക്കുമ്പോ വീട്ടിൽ പോയി കട്ടിലിൽ കിടന്ന് വിശ്രമിക്കുകയാണോ? അല്ല, ജമാഅത്തിന് നേതൃത്വം നൽകാൻ തങ്ങളുണ്ട്. സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃരംഗത്ത് തങ്ങളുണ്ട്. മറ്റു ഏതെങ്കിലും വിഷയങ്ങളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം പറയാൻ തങ്ങളുണ്ട്. ക്ഷീണം കാരണം വീട്ടിലങ്ങ് ഉറങ്ങിയിട്ട് അസ്റാകുമ്പോ എഴുന്നേറ്റ് പിന്നെ നിസ്കരിച്ച് പിന്നെയും ഉറങ്ങി മഗ്രിബാകുമ്പോ എഴുന്നേറ്റ്, അങ്ങനെയല്ല. അങ്ങനെ ഒരു സ്വഭാവം തങ്ങളിലില്ല. പിന്നെയോ നോമ്പ് നോറ്റാലും നോമ്പ് നോൽക്കാത്തതുപോലെ തന്നെ പൂർണ്ണമായും ആരോഗ്യമാണ്. അതുകൊണ്ടാണ് ഇന്നി അബീതു യുത്ഇമുനി റബ്ബി വയസ്ഖീൻ, എനിക്ക് വിശപ്പിന്റെയോ ദാഹത്തിന്റെയോ പരാതിയും പരാധീനതയുമില്ല. ആ രൂപത്തിൽ പൂർണ്ണ ആരോഗ്യമാണ് അള്ളാഹു എനിക്ക് നൽകിയത്. എന്നെ പോലെയാണ് നിങ്ങൾ എന്ന് നിങ്ങൾ വാശി പിടിക്കരുത്. അത് സ്വഹാബത്തിനോട് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കണം, കുട്ടിക്കാലത്തും അവിടുത്തെ ആരോഗ്യത്തിൽ മാറ്റമുണ്ട്. അതേ 40-ന് ശേഷവും ആരോഗ്യത്തിൽ മാറ്റമുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുട്ടിക്കാലത്തെ പക്വത നോക്ക് നിങ്ങൾ. 8-ാമത്തെ വയസ്സിൽ അബൂ ത്വാലിബിന്റെ കൂടെയല്ലേ തങ്ങൾ താമസിക്കുന്നത്. അബൂ ത്വാലിബാണ് നബി തങ്ങളെ തൊട്ടടുത്ത് എപ്പോഴും കിടക്കാറുള്ളത്. വല്ലാത്ത ഇഷ്ടമാണ് അബൂ ത്വാലിബിന് തങ്ങളോട്. കുട്ടികളാര് വന്ന് കാബയുടെ മുറ്റത്തുള്ള കാരണവന്മാർക്കുള്ളൊരു സ്റ്റേജ് ഉണ്ട്. ആരാണോ കാബക്ക് നേതൃത്വം നൽകുന്നത് അവർക്കൊരു പ്രത്യേക സ്റ്റേജ് അവിടെയുണ്ട്. അവിടെയാണ് ആ കാരണവർ വന്നിരിക്കാറുള്ളത്. ഇന്നല്ല, മുമ്പ് കാലത്ത്. ഇന്നങ്ങനെ പ്രത്യേക സ്റ്റേജ് രാജാവിനടക്കം അതിന്റെ മുന്നിലൊന്നുമില്ല. അവരൊക്കെ വന്ന് സാധാരണ ഇരിക്കുമ്പോൾ ഇരുന്ന് തവാഫ് ചെയ്തു പോകും. പഴയ കാലത്ത് അബ്ദുൽ മുത്തലിബിന്റെ ഉപ്പാപ്പമാർക്കൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. അതേപോലത്തെ ഒരു സ്റ്റേജ് അബൂ ത്വാലിബിനുമുണ്ട്. പരിസരങ്ങളിൽ മക്കളും പേരക്കുട്ടികളും കുടുംബാംഗങ്ങളും വന്നിരിക്കും. വിഷയങ്ങൾ പറയാനുള്ള നേതാക്കളും സുഹൃത്തുക്കളും വന്നിരിക്കും. ഈ സ്റ്റേജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിരിക്കാറുണ്ട്. ചില സമയങ്ങളിൽ അബൂ ത്വാലിബിന്റെ മക്കളാണല്ലോ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള്, ജാഫർ ഇബ്നു അബീ ത്വാലിബ് തങ്ങള്, അതുപോലെ തന്നെ അഖീൽ തുടങ്ങിയ മക്കള്. ആ മക്കൾ വന്ന് തങ്ങളെ അവിടുന്ന് കൈപിടിച്ച് മാറ്റുമ്പോ അബൂ ത്വാലിബ് പറയും, എന്റെ കുട്ടിയെ നിങ്ങൾ മാറ്റരുത്. അഥവാ അൽ അമീനെ, ഈ അൽ അമീനെ നിങ്ങൾ മാറ്റരുത്. അൽ അമീന് നിങ്ങൾക്കില്ലാത്ത മഹത്വമുണ്ട്, നിങ്ങൾക്കാർക്കും ആ മഹത്വമില്ല. അതുകൊണ്ട് ആ സ്റ്റേജിൽ വന്നിട്ട് അൽ അമീൻ ഇരുന്നാൽ നിങ്ങൾ കൈപിടിച്ച് മാറ്റരുത്, ഇരുന്നോട്ടെ. നിങ്ങൾ ആരും അത് കണ്ടിരിക്കാനും നിൽക്കരുത്. നിങ്ങൾ സാധാരണ ഇരിക്കുന്നിടത്തിരുന്നാൽ മതി. സ്വന്തം മക്കളെക്കാൾ തങ്ങളോട് വലിയ ഇഷ്ടമാണ്, വലിയ സ്നേഹമാണ്. എവിടേക്ക് പോകുമ്പോഴും കൂടെ കൊണ്ടുപോകുന്ന പതിവുണ്ട്. കാരണം തങ്ങളെ വിട്ടുപിരിയാൻ അബൂ ത്വാലിബിന് കഴിയില്ല. ഒരു രംഗത്തും അബൂ ത്വാലിബിന് അങ്ങനെ മാറി നിൽക്കാൻ പറ്റൂല. അബൂ ത്വാലിബാണ് ഈ കുട്ടിയുടെ തൊട്ടടുത്തുള്ള കട്ടിലിൽ കിടക്കുന്നത്. ഇടക്കൊക്കെ അബൂ ത്വാലിബ് പറയും, മോനെ, അൽ അമീനായ തങ്ങളെ വിളിച്ചു പറയും, നമുക്ക് 2 പേർക്കും ഒരുമിച്ചൊരിൽ കട്ടിലിൽ കിടന്നാലോ?
മോൻ ഇങ്ങടുത്തേക്കൊന്ന് കടന്നൂടെ, മൂത്താപ്പയാണ്, തങ്ങളുടെ ഉപ്പയുടെ നേരെ ജേട്ടനാണ്, ബാപ്പയും ഉമ്മയും ഒത്ത സഹോദരങ്ങളാണ് അബൂ ത്വാലിബും അബ്ദുല്ലാഹി രണ്ടുപേരും. ആ നിലക്ക് വലിയൊരു ബന്ധമുണ്ട്. അപ്പൊ തൊട്ടടുത്ത് കിടക്കാൻ വേണ്ടി നിർദ്ദേശിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എനിക്കതിന് അസാധ്യമാണ്, സാധിക്കൂല. നമ്മളോട് 40 വയസ്സിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശമാണ്, കുട്ടികൾക്ക് 7 വയസ്സ് പ്രായമായാൽ നിസ്കാരം കൊണ്ട് അവരോട് കൽപ്പിക്കണം, നോമ്പ് കൊണ്ട് അവരോട് കൽപ്പിക്കണം, എല്ലാ കാര്യങ്ങളെ കൊണ്ടും കുട്ടികളോട് കൽപ്പിച്ച് വളർത്തിക്കൊണ്ടുവരണം. കുറച്ചുകൂടി ഒന്ന് അടുത്തടുത്തിരുന്നാൽ സൗകര്യമായിരുന്നു. പിറകിൽ വരുന്ന ആളുകൾക്ക് ചെയർ വെച്ചിരിക്കാൻ ഒന്നുകൂടി മുന്നോട്ടിരുന്നാൽ സുഖമാണ്. ഒന്നിച്ചിരുന്നാൽ മതി, ഈ വടി വിട്ടാൽ മതി അല്ലേ, ഇടക്ക് വടി വേണ്ട, ഒന്ന് കൂട്ടിയിരുന്നാൽ മതി. ആ ഇടയിലുള്ള ഗ്യാപ്പൊന്ന് ഒഴിവാക്കിയിട്ട് അല്ലേ, എന്നാ സൗകര്യം ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. മുമ്പോട്ടിരുന്നോടി അള്ളാഹു ബർക്കത്ത് തരട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്ലിസാണല്ലോ, കസേര എടുത്ത് ആ ഗ്യാപ്പൊന്ന് അടച്ച് മുന്നോട്ടിരുന്നാൽ മതി. അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. അവ 2 കൂലി കിട്ടും. നമ്മളൊന്ന് മുന്നോട്ടിരുന്ന കൂലിയും ബാക്കിലുള്ള ആളുകൾക്ക് സൗകര്യപ്പെടുത്തി കൂലി കൊടുത്ത കൂലിയും 2 കൂടി കിട്ടും. ആ നടുവിലുള്ള ഗ്യാപ്പിലേക്കൊന്ന് കയറി ഇരുന്നാൽ മതി. ഇങ്ങോട്ട് മുന്നോട്ട് ഗ്യാപ്പ് അടച്ചാൽ മതി, ഗ്യാപ്പ് വേണമെന്നില്ല. നടുവിൽ വേക്കുന്ന ആളുകൾ ആ നടുവിലേക്ക് കയറിയിരിക്കുക കസേരയും കൊണ്ട്. അങ്ങനെ തന്നെ മാഷാ അല്ലാഹ്. ഇപ്പൊ സൗകര്യം 7 വയസ്സായാൽ ഫർഖൂ ബൈനഹും ഫിൽ മദാജിഅ്, മക്കൾക്കിടയിൽ കിടപ്പറയിൽ മാറ്റം വരുത്തി ഓരോരുത്തർക്കും ഓരോ ചെറിയ കട്ടില് അല്ലെങ്കിൽ ഓരോ വിരിപ്പ്, ഓരോ പായ രൂപപ്പെടുത്തി കൊടുക്കണം. 7 വയസ്സുകാരനെയും 10 വയസ്സുകാരിയെയും അടുത്ത് കിടക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കാൻ അവസ്ഥാതെ, സഹോദരനും സഹോദരിയല്ലേ എന്ന് ഈ കാലഘട്ടത്തിൽ ആരും ചോദിക്കൂല. മുമ്പേ അങ്ങനെ ചോദിക്കാൻ കഴിയില്ല, ഇപ്പൊ തീരെയും ചോദിക്കാൻ കഴിയില്ല. കാരണം 5 വയസ്സാകുമ്പോഴേക്ക് എല്ലാ സെക്സോളജിയും കുട്ടികളെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞു. സംശയങ്ങൾ കൊണ്ട് ചോദിച്ചാൽ ഉത്തരം കൊണ്ട് പറയും. ആ തരത്തിലേക്ക് വികസിച്ചു വളർന്നു. അതൊരു വലിയ കഴിവൊന്നുമല്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാടാണ്. അവർക്കൊരു പക്വത നൽകുകയാണ്. ഓരോ കാര്യവും സ്വന്തം ചെയ്യാനും സ്വന്തം ചെയ്യുന്നവരായി വളർന്നു വരാനുമുള്ളൊരു പക്വത, അതിനാണല്ലോ തമ്മീസ് എന്ന് പറയുന്നത്. അതിന്റെ പ്രായമാണ് 7 വയസ്സ്. ആ ടൈം ആകുമ്പോൾ ഓരോന്ന് ചെയ്യാനിങ്ങനെ നിർദ്ദേശിച്ച് കാണിച്ചു കൊടുത്ത് ലെവലാക്കി ഇങ്ങനെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ നല്ല സന്താനങ്ങളായി ആണും പെണ്ണും വളർന്നു വരും. ഇത് നമ്മളോട് തങ്ങൾ പഠിപ്പിക്കുന്ന 40-ന് ശേഷമാണ്. അപ്പൊ കുട്ടിക്കാലത്ത് തങ്ങളുടെ ജീവിതം എങ്ങനെ? തങ്ങളും അങ്ങനെ തന്നെയാ ജീവിച്ചത്. മക്കയിൽ അന്നത്തെ കാലത്ത് കുട്ടികളൊന്നും അങ്ങനെയല്ല. അവര് ബാപ്പയോട് ഉമ്മയോട് ചേർന്ന് കിടക്കും. അവർക്ക് നിർദ്ദേശങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. അബൂ ത്വാലിബ് എത്ര പറഞ്ഞു, സ്നേഹം കൊണ്ടാ പറയുന്നത്, മോനെ ഒന്ന് അടുത്ത് കിടന്നാൽ, വളരെ ഇഷ്ടം കൊണ്ട്, സ്വന്തം ബാപ്പയെ പോലെ ബാപ്പയെക്കാളും ഈ കുട്ടിയെ സ്നേഹിച്ചുകൊണ്ട്. പക്ഷേ തങ്ങൾ പറയും, എനിക്കതിന് സാധിക്കൂല, എത്രയായാലും എന്നെ നിർബന്ധിക്കരുത്, സാധിക്കൂല. ഒരു ദിവസം ദേഷ്യം പിടിക്കുന്ന രൂപത്തിൽ വല്ലാണ്ട് നിർബന്ധിച്ചപ്പോൾ തങ്ങൾ അതിന് വഴങ്ങിക്കൊടുത്തു. അബൂ ത്വാലിബ് പറയാണ്, ഞാൻ അത്ഭുതമാണെന്ന് കണ്ടത്. അന്നങ്ങനെ എന്റെ കട്ടിലിന്റെ ഒരു ഭാഗത്ത് കിടന്നിട്ട് ഞാനൊന്ന് അണച്ചുകൂട്ടി പിടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ബൈനീ വബൈനഹു ഹിജാബ്, എനിക്കും ആ കുട്ടിക്കും ഇടയിൽ ഒരു മറ വന്നിരിക്കുന്നു. ആരാണ് അവിടെ മറ കൊണ്ടുവന്നത്? ഞാൻ കൈ അങ്ങോട്ട് നോക്കിയിട്ട് എഴുതി നോക്കിയിട്ട് ശരീരത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല. അപ്പുറത്ത് കിടക്കുന്നുണ്ട്. പക്ഷേ എനിക്കും കുട്ടിക്കും ഇടയിൽ ഒരു മറ വന്നിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് അല്ലാഹു നൽകുന്ന ജീവിതത്തിലെ ഒരു വിശുദ്ധിയാണ്, വല്ലാത്തൊരു പരിശുദ്ധിയാണ്. അന്നത്തെ കാലത്ത്, കുട്ടിക്കാലത്ത് വസ്ത്രം മാറ്റിയിട്ട് വേറെ വസ്ത്രം ധരിക്കുമ്പോൾ അബൂ ത്വാലിബ് പറയാണ്, എന്റെ മക്കളൊക്കെ അവർ വസ്ത്രം കഴിച്ചിട്ട് അടുത്ത വസ്ത്രം കോരും. പക്ഷെ അൽ അമീൻ അങ്ങനെയല്ല.
വസ്ത്രം മടിക്കുന്ന സമയത്ത് ആരെങ്കിലും ഒന്ന് അങ്ങോട്ട് നോക്കിയാൽ പറയും വല്ലി ബസറക്, കണ്ണങ്ങോട്ട് തിരിക്കുന്ന് പറയും. ഇങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് നോക്കി എന്ന് പറയും. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറട്ടെ എന്ന് പറയും. സഹോദരങ്ങളെ, നമ്മുടെ കുട്ടികൾ പറയാറുണ്ടോ? കുട്ടികൾ 8ാമത്തെ വയസ്സിലങ്ങ് അയച്ചിട്ട് മറ്റൊരു സ്ഥലത്ത് പോയി ഒന്ന് വാരി ഇങ്ങോട്ട് എടുക്കും. അങ്ങനെയല്ലേ പതിവ്? എന്നാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ് അങ്ങനെയല്ല, മാറ്റമുണ്ട്. ജീവിതത്തിന്റെ ഓരോ നാളുകളും വല്ലാത്ത വിശുദ്ധമാണ്. ആ കാലഘട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ചെറിയ ചേറ് പോലും, ഒരു മലിനത പോലും, ഒരു മ്ലാനത പോലും, ഏതെങ്കിലും മലിനമായ അവസ്ഥയോട് പോലും തങ്ങളൊന്ന് ചേരാതെ ഒന്ന് പൊരുത്തപ്പെട്ടു പോകാത്ത രീതിയിൽ പൊരുത്തപ്പെടുന്നൊരവസ്ഥയില്ലാതെ പൂർണ്ണമായും മാറി നിന്നിട്ട് വിശുദ്ധമായ ഒരവസ്ഥ മാത്രം സംബന്ധിച്ച് ജനങ്ങളിലേക്ക് കൈമാറി തന്നെങ്കിൽ അവിടുത്തെ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഏറ്റവും വലിയൊരു പരിശുദ്ധിയാണത്. ജീവിതത്തിന്റെ കുട്ടിക്കാലം, കുഞ്ഞുനാളിൽ അള്ളാഹു നൽകിയ ബറക്കത്ത് മാത്രമല്ല, ആ കാലഘട്ടത്തിലെ മക്കൾക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പകർത്താനും തങ്ങളെ സ്വീകരിക്കാനും അവിടുത്തെ യൗവനവും കുട്ടിക്കാലവും എളുപ്പമാണ്. അബൂ ത്വാലിബ് പറയുന്നു, കുറച്ചുകൂടി കഴിഞ്ഞ് ഞാനൊന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ പിന്നെ തൊട്ടടുത്ത് കിടത്തിയ കുട്ടി അവിടെ കാണുന്നില്ല. ഞാൻ ചോദിച്ചു, മോനെ എവിടെയാണ്? അപ്പൊ എന്നോട് പറയുന്നുണ്ട്, എന്നെ തിരയണ്ട, ഞാൻ ആദ്യം കിടന്നിരുന്ന കട്ടിലിൽ തന്നെയുണ്ട്. പലപ്പോഴും ഞാൻ പറഞ്ഞില്ലേ എനിക്ക് അങ്ങനെ കൂടെ കിടക്കാൻ പറ്റൂല എന്ന്. കാരണം എന്റെ ടൈം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ 7 ഒക്കെ കഴിഞ്ഞു 8ാമത്തെ വയസ്സിലാണ്. സഹോദരങ്ങളെ, നിങ്ങൾ നോക്ക്, ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഒരു സാധാ കുട്ടിയെ പോലെ വളർന്നു മക്കയിൽ എന്ന് പറയാനോ വിശ്വസിക്കാനോ ചരിത്രം പഠിക്കുന്ന ഒരു ചെറിയ ബുദ്ധി കൊണ്ട് വായിക്കാൻ, നല്ല മനസ്സ് വെച്ച് വായിക്കുന്ന ഒരാൾക്കും സാധിക്കൂല. ഇമാമിയങ്ങൾ രേഖപ്പെടുത്തിയ, ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ വസ്തുനിഷ്ഠമായ സംഭവങ്ങളാണിത്. ഇതിനെ എതിർക്കാനോ ചോദ്യം ചെയ്യാനോ ഇല്ലെന്ന് പറയാനോ കഴിയില്ല. അത്രക്കും ഖനമുള്ള പണ്ഡിതന്മാർ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നും ശരിയല്ലെന്ന് ഒറ്റടിക്കങ്ങ് ഒരാളങ്ങ് പറഞ്ഞാൽ അയാൾക്ക് രാത്രിയെ പറ്റിയിട്ട് പകലെന്നും പകലിനെ പറ്റി രാത്രി എന്നും പറയാം. അത്രേ നമ്മൾ അയാളെ പറ്റി പറയുന്നുള്ളൂ. അതേ സമയത്ത് ഒരല്പബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന, പഠിക്കുന്ന ആൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ വ്യത്യാസവും വിശുദ്ധിയും സമ്മതിക്കാതെ കഴിയില്ല. അത് സമ്മതിക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള മഹബത്ത് രൂപപ്പെട്ടു വരുന്നത്. മഹബത്തിന്റെ യഥാർത്ഥ തലം ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബഹുമാനം അറിയലാണ്. ആ ബഹുമാനവും വിശുദ്ധിയും അള്ളാഹു നൽകിയതുപോലെ മനസ്സിലാക്കലാണ്. കുട്ടിക്കാലത്ത് അബൂ ത്വാലിബ് പറയുന്നു, ഞാൻ തങ്ങളെ ശരീരത്തിൽ ഒന്ന് സ്പർശിച്ചു ഒരു ദിവസം. ആ ശരീരത്തിൽ ഞാൻ ഒന്ന് പതുക്കെ തൊട്ടു നോക്കി. അവിടുത്തെ കൈയിന്റെ ഭാഗത്ത് സുബ്ഹാനല്ലാഹ് അതുപോലെ മാർദ്ദവമുള്ള മിനുമിനുത്തമുള്ള ഒരു പട്ടും ഞാൻ തൊട്ടിട്ടില്ല. എന്തൊരു അത്ഭുതമാണ്! അല്ലാഹു തആല അവിടുത്തേക്ക് നൽകിയ സൗന്ദര്യം ചെറുതൊന്നുമല്ല, വല്ലാത്ത രൂപത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. യാത്ര പോകുന്ന സമയത്ത് വ്യത്യസ്ത അത്ഭുതങ്ങളാണ് അബൂ ത്വാലിബ് കണ്ടത്. അബൂ ത്വാലിബ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഓരോ യാത്ര പോകുമ്പോഴും ഓരോ അത്ഭുതം കാണുകയാണ്. ആ അത്ഭുതങ്ങളൊക്കെ ഓരോ ദിവസവും പഠിക്കാനും പറയാനും മാത്രം വലുതാണ്. ദാഹിച്ച് അവശരായി നിൽക്കുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂ ത്വാലിബ് വന്ന് പറഞ്ഞിട്ട് അബൂ ത്വാലിബിന് വെള്ളം കൊടുത്ത സന്ദർഭങ്ങൾ കാണാം. ഒരു യാത്രക്കിടയിൽ പറഞ്ഞു, മോനെ ദാഹിക്കുന്നുണ്ട്, വല്ലാതെ ദാഹിക്കുന്നുണ്ട്, അതുകൊണ്ട് വെള്ളം കുടിക്കാൻ അല്പം കിട്ടിയാൽ തിരക്കേടില്ല. അബൂ ത്വാലിബ് ദാഹം പറഞ്ഞ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കാലൊന്ന് ഉയർത്തിയിട്ട് തൊട്ടടുത്തുള്ള പാറ കാണുന്നുണ്ട്, ആ പാറക്കല്ലിലേക്ക് ഒന്ന് പതുക്കെ ഒന്ന് ചവിട്ടിയപ്പോൾ ആ പാറയുടെ ഉള്ളിൽ നിന്നതാ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങി. അബൂ ത്വാലിബ് പറയുന്നു, അതുപോലെ വെള്ളം ഒഴുകുന്ന ഒരു പാറക്കല്ല് ഞാൻ കണ്ടിട്ടില്ല. എന്നോട് പറഞ്ഞു, ഇശ്റബ്, കുടിച്ചോളൂ, വേണ്ടത്രയും കുടിച്ചോളൂ. ഞാൻ അതിനടുത്ത് എന്ന് വെള്ളം അങ്ങനെ കുടിച്ചു. ദാഹം തീർന്നപ്പോൾ കാലെടുത്തുയർത്തിയിട്ട് ഒന്നുകൂടി തങ്ങളൊന്ന് പതുക്കെ ചവിട്ടി. അപ്പോഴേക്ക് നേരത്തെയുള്ള അവസ്ഥയിലായി വെള്ളം സ്റ്റോപ്പായി. അബൂ ത്വാലിബ് പറയുകയാണ്, ഞാൻ അത്ഭുതമാണ് കാണുന്നത്. നമ്മളെ കാലൊക്കെ അങ്ങനെ ഉണ്ടോ?
നായി ചുമന്നൊന്ന് ചവിട്ടിയാൽ നോക്കട്ടെ, വെള്ളം കൊട്ടി വരും. അവിടെ ഒരു പാറ കാണും, ഒന്ന് ചവിട്ടി. എല്ലാ കാലവും ഒരുപോലെയാണെങ്കിലും ഒന്ന് ചവിട്ടിയാൽ ആൾക്കാർക്ക് സുഖമല്ലേ? ജലസേചന വകുപ്പിനൊക്കെ എത്ര എളുപ്പം കിട്ടും. നമ്മുടെ നാട്ടിൽ ജലസേചന വകുപ്പിനൊക്കെ എത്ര സുഖം കിട്ടും. എല്ലാവരുടെയും കാലം കൊണ്ട് ഓരോ പാറിൽ നിന്ന് ചവിട്ടി കൊടുത്താൽ മതി. എന്നാ പിന്നെ ഇത്രയും റോഡൊന്നും കയറേണ്ടത് ആവശ്യമില്ല. പൈപ്പിടാനും മറ്റൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇഷ്ടംപോലെ ഓരോ പാറയുടെ അടുത്ത് ഓരോ കുളം കുഴിച്ചു കൊടുത്താൽ മതി. എല്ലാ കാര്യം ഒരുപോലെയാണെങ്കിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഒരു പാറക്കല്ലിൽ നിന്ന് ഇങ്ങനെ വെള്ളം പൊട്ടിപ്പുറപ്പെട്ട് അബൂ ത്വാലിബ് കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുപോകുന്ന സന്ദർഭം 17 വയസ്സാണ്. 17 വയസ്സിലുള്ള യാത്രയിലാണ്. ഒരിക്കൽ വേറെയും കുറെ ഉപ്പയുടെ സഹോദരന്മാര് കൂടെയുണ്ട്. പോകുന്ന വഴിയിൽ ഒരു വലിയ കൂറ്റൻ ഒട്ടകം വഴിതടസ്സം സൃഷ്ടിച്ചു നിൽക്കുന്നു. ജനങ്ങൾക്കാർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ കഴിയുന്നില്ല. വല്ലാത്തൊരു പ്രതിസന്ധിയാണ്. വലിയൊരു ഒട്ടകമുണ്ട്, നേരെ വിലങ്ങിനായി നിൽക്കുന്നു. നടക്കാനോ അപ്പുറത്തും ഇപ്പുറത്തും വാഹനങ്ങളൊക്കെ ബ്ലോക്കാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് പറഞ്ഞു, അങ്ങോട്ട് യാത്ര പോകാൻ പറ്റില്ല, അവിടെ ജനങ്ങളൊക്കെ തടസ്സമായി നിൽക്കുകയാണ്, ഇഷ്ടംപോലെ വാഹനങ്ങൾ ബ്ലോക്കിലാണ്. തങ്ങൾ ആ ഒട്ടകത്തിന്റെ തടസ്സം നിൽക്കുന്ന ഒട്ടകത്തിന്റെ അടുത്ത് ചെന്നു. ആ ഒട്ടകത്തിനെങ്ങനെ ഒരു നോട്ടം നോക്കിയപ്പോൾ ഒട്ടകമതാ മുട്ടുകുത്തി. കാണേണ്ടവരെ കണ്ടാൽ ഒരു ബഹുമാനമാണ്. ഫലമ്മാ റആഹുൽ ഫഹ്ലു ബറക, തങ്ങളെ കണ്ടപ്പോഴേക്ക് ഒട്ടകം മുട്ടുകുത്തി. ആ ഒട്ടകം അതാ അതിന്റെ നെഞ്ചുകൊണ്ട് ഭൂമിയുടെ ഒരു ഭാഗം ഇങ്ങനെ ചുരണ്ടി നോക്കി. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഞ്ചരിച്ച ഒട്ടകത്തിൽ നിന്ന് താഴെ ഇറങ്ങിയിട്ട് ആ വലിയ പടുകൂറ്റൻ വാഹനത്തിന്റെ മുകളിൽ കയറിയിട്ട് തങ്ങളൊന്ന് കയറിയിട്ടൊന്നിങ്ങനെ കൊട്ടിയപ്പോഴേക്ക് ആ വാഹനം അങ്ങ് നീങ്ങുകയാണ്. ജനങ്ങൾ വന്ന് ശബ്ദിക്കുന്നുണ്ട്. അതിനു മുമ്പ് അടിച്ചിട്ടുണ്ട്, ആളുകൾ ഉന്തിയിട്ടുണ്ട്, പലതും ചെയ്തിട്ടുണ്ട്, അനങ്ങിയിട്ടില്ല. പക്ഷേ വിധേയപ്പെടേണ്ട ആളുകൾ വന്നാൽ ഭൂമിയിലുള്ള എല്ലാ സർവസ്വവും അവർക്ക് അനുസരിക്കുകയാണ്, അവർക്ക് വേണ്ടി ഒതുങ്ങിക്കൊടുക്കുകയാണ്. അതിലൊട്ടകങ്ങൾ മാത്രമല്ല, ജിന്നുകൾ മാത്രമല്ല, അചേതന വസ്തുക്കൾ അടക്കം എല്ലാം അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിധേയപ്പെട്ടിട്ടുണ്ട്. അവിടുത്തെ പ്രബോധനത്തിന് അങ്ങനെ സഹായമായി വർത്തിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ആ ഒട്ടകത്തിന്റെ പുറത്ത് തങ്ങളങ്ങ് കയറിയപ്പോൾ അത് ആശ്വാസം പോലെ മുന്നോട്ട് പോയി. കുറച്ചങ്ങ് കഴിഞ്ഞപ്പോൾ തങ്ങൾ അതിൽ നിന്ന് ഇറങ്ങി സാധാ വാഹനത്തിൽ തന്നെ കയറി. ജനങ്ങൾക്ക് വലിയ പരിഹാരമാണ്, സമാധാനമാണ് കൊടുക്കുന്നത്. അബൂ ത്വാലിബ് പറയുന്നു, ആ യാത്ര കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരുമ്പോ കുറെ ആളുകളുണ്ട്. ഞങ്ങൾ നടക്കുന്ന സ്ഥലത്തിന്റെ നേരെ മുന്നിലെത്തിയപ്പോൾ വിട്ടുകിടക്കാൻ കഴിയാത്ത രൂപത്തിൽ ഒരു വലിയ വെള്ളക്കെട്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. പല ഭാഗത്തുനിന്നും വെള്ളം ഇങ്ങനെ പൊട്ടിയൊഴുകി അങ്ങോട്ട് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഇത്തബിഊനി, നിങ്ങൾ എന്റെ പിറകിൽ വന്നോളൂ, ഒന്നും ഭയക്കേണ്ടതില്ല, എന്റെ പിറകിൽ വന്നോളൂ. പിന്നെ ഏതാ തങ്ങളാ ഉയർന്ന വെള്ളക്കെട്ടിലേക്ക് കാലെടുത്തു വെക്കുന്നു. അവരെല്ലാവരും കോർത്ത് പിടിച്ചു പോയി. ഓരോരുത്തരും ഓരോരുത്തരുടെ കയ്യങ്ങ് പിടിച്ചു തങ്ങളെ പിന്നാലെ നടക്കുകയാണ്. ഫത്തബഊഹു, തങ്ങളെ പിന്നാലെ അവർ പോയി. ഫൈബസല്ലാഹുൽ മാ, അല്ലാഹു ആ ജലാശയത്തെ മുഴുവനും ഒരുണങ്ങിയ ഭൂമിയാക്കി മാറ്റി കൊടുത്തു. കാരണം താന്നു പോകുമോ കൊണ്ടുപോകുമോ എന്ന് പേടിക്കുന്ന വലിയൊരു ജലാശയമാണ്. വിട്ടുകിടന്ന് അപ്പുറത്തെത്തിയെങ്കിലേ മരുഭൂമിയിലൂടെ യാത്ര ചെയ്യാൻ കഴിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എളുപ്പം നൽകുകയാണ്. പിന്നാലെ അപ്പുറത്തെത്തിയപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, അത് വല്ലാത്ത അത്ഭുതമാണ്. കാലിലേക്ക് നോക്കുമ്പോ കാല് നനഞ്ഞിട്ടില്ല. മക്കയിൽ ചെന്ന് ജനങ്ങളോട് ഈ വിഷയം പറഞ്ഞപ്പോ ആളുകളൊക്കെ പറയുന്ന ഒരു വർത്തമാനം ഒന്നാണ്, ഇന്നലിഹാദൽ ഗുലാമി ലശഅനാ, ഈ കുട്ടിക്ക് എന്തോ ഒരു ബഹുമാനം അല്ലാഹു നൽകിയിട്ടുണ്ട്. ഇതൊരു സാധാ ബഹുമാനമല്ല, സാധാ സംഭവമല്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുടനീളവും ഇതുപോലത്തെ അത്ഭുതങ്ങൾ അല്ലാഹു ധാരാളം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ജീവിതം ഒരു വേറിട്ട ജീവിതമാണ്. എല്ലാ അർത്ഥത്തിലും ആ ജീവിതത്തിന് മഹത്വം അല്ലാഹു അങ്ങനെ നൽകിയിട്ടുണ്ട്.
അങ്ങനെയാണ് നമ്മൾ അവിടുത്തെ ജീവിതത്തെ വായിക്കേണ്ടത്, പഠിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ത്വാലിബിന്റെ കൂടെ ജീവിക്കുന്ന സമയത്ത് അബൂ ത്വാലിബ് പറയുന്നുണ്ട്, ഇടക്കിടക്ക് മക്കയിൽ ഒരു കൈശാസ്ത്രജ്ഞൻ കൈരേഖ നോക്കിയിട്ടും കാല് നോക്കിയിട്ടും ലക്ഷണം വിവരം പറയുന്ന നല്ല പാണ്ഡിത്യമുള്ള ഒരാള് വരാറുണ്ട്. അനുമാനങ്ങളെ കൊണ്ട് കാര്യങ്ങൾ നിർവചിക്കുന്ന ആളുകളല്ല, യഥാർത്ഥത്തിൽ വിവരാടിസ്ഥാനത്തിൽ പറയുന്ന ആളുകൾ. എല്ലാ വർഷവും മക്കയിൽ അങ്ങനത്തെ ഒരു പണ്ഡിതൻ വരാറുണ്ട്. ആ പണ്ഡിതൻ വരുന്ന സമയത്ത് ജനങ്ങൾ അവരുടെ കുട്ടികളുമായി ആ പണ്ഡിതന്റെ അടുത്തേക്ക് നീങ്ങും. ആ പണ്ഡിതൻ ഈ കുട്ടികളെങ്ങനെ നോക്കിയിട്ട് അവർക്കുള്ള ഏതെങ്കിലും ദുശഗുണമായിട്ടോ അല്ലെങ്കിൽ ദുർഗുണമായിട്ടോ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. ചില ആപൽ സന്ധികളെ സംബന്ധിച്ച് സൂചിപ്പിക്കും. അങ്ങനെ ഒരിക്കൽ ആ മനുഷ്യൻ വന്നപ്പോൾ അബൂ ത്വാലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും കൊണ്ട് കുട്ടികൾക്ക് ഇടയിലൊന്നിങ്ങനെ നിർത്തിയിട്ടൊന്നിങ്ങനെ നടത്തിച്ചു. ഒന്നങ്ങനെ പോയപ്പോഴേക്ക് ഈ വലിയ നിരീക്ഷകൻ ആ കുട്ടിയിലേക്ക് തുറിച്ചു നോക്കുന്നു. നോക്കിയതിനു ശേഷം തങ്ങൾ അങ്ങ് കടന്നുപോയപ്പോൾ അയാൾ പറഞ്ഞു, നേരത്തെ ഞാൻ ഇവിടെ കണ്ടൊരു കുട്ടിയുണ്ട്, ആ കുട്ടിയെ ഈ കൂട്ടത്തിൽ കാണുന്നില്ലല്ലോ, എവിടെയാണ് ആ കുട്ടി? ഒന്നുകൂടി എനിക്ക് ആ കുഞ്ഞിനെ കാണണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അബൂ ത്വാലിബ് വീണ്ടും മുന്നിൽ കൊണ്ടുവന്ന സമയത്ത് ആ കുട്ടിയെ കണ്ടപാടെ തന്നെ ആ വലിയ മനുഷ്യൻ പറഞ്ഞു, ലകൂനന്ന ലഹു ശഅ്നുൻ, ഈ കുട്ടിക്കൊരു വലിയ മഹത്വം വരാനുണ്ട്. ചെറിയ മഹത്വമല്ല, വലിയൊരു മഹത്വം, വലിയൊരു ഭാവി വരാനുണ്ട്. എന്നിട്ട് അബൂ ത്വാലിബിനോട് പറഞ്ഞു, ഈ കുട്ടിയുടെ ഉപ്പയല്ലല്ലോ നിങ്ങള്. അബൂ ത്വാലിബ് പറഞ്ഞു, ഞാനിപ്പോ ഉപ്പയുടെ സ്ഥാനത്താണ്, ഉപ്പ നിങ്ങളല്ലല്ലോ. അല്ല, ഉമ്മയും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ, ഉപ്പാപ്പയും ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലല്ലോ. മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിർത്തിയിട്ട് ഈ വിവരങ്ങളെല്ലാം എണ്ണിപ്പറയുന്നു. ആ വിവരങ്ങളൊക്കെ കിട്ടിയ ശേഷം പിന്നീട് ആ മനുഷ്യൻ പറയുന്നു, എങ്കിൽ ഞങ്ങളൊക്കെ കാത്തിരിക്കുന്ന, ജനങ്ങൾ മൊത്തം കാത്തിരിക്കുന്ന അന്നബിയുൽ മുൻതളർ, കാത്തിരിക്കുന്ന നബിയാണ് ഈ കുട്ടി. ആ കുട്ടിയിൽ എല്ലാ ലക്ഷണങ്ങളും ഞാൻ കാണുന്നുണ്ട്, വായിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശേഷണങ്ങൾ പൂർവവേദ ഗ്രന്ഥങ്ങളിൽ നിന്ന് പഠിച്ചതിനപ്പുറം തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ധാരാളം അടയാളങ്ങൾ നൽകിയിട്ടുണ്ട്. ആ അടയാളങ്ങൾക്കനുസരിച്ച് അവർ കാര്യങ്ങൾ ഓരോന്നും എണ്ണി പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുട്ടിക്കാലത്ത് ജാഹിലിയ്യ കാലഘട്ടത്തിൽ ജനങ്ങളെല്ലാവരും വലിയ ബഹുമാനത്തോടെ പ്രതിഷ്ഠകൾ നടത്തുന്ന ഒരു വലിയ വിഗ്രഹമുണ്ടായിരുന്നു മക്കത്ത്. ഭവാന എന്നാണ് അതിന്റെ പേര്. ഓരോ വർഷവും അതിന്റെ സവിധത്തിൽ വന്ന് ആയിരക്കണക്കിന് ആളുകൾ ഭജനമിരിക്കും, ഇരുന്നിട്ട് നേർച്ചയും കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് അവർ തിരിച്ചു പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. എല്ലാ വർഷവും ആ പരിപാടിക്ക് നേതൃത്വം നൽകുന്ന ആളായിരുന്നു അബൂ ത്വാലിബ്. അബൂ ത്വാലിബിനോട് ജനങ്ങൾ പറഞ്ഞു, ഇക്കൊല്ലം നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്ന സഹോദരപുത്രനെയും കൂട്ടണം, നിർബന്ധമാണ്, നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു. മകനെ വിളിച്ചപ്പോൾ, അൽ അമീനായ തങ്ങളെ വിളിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, എനിക്കങ്ങനെ വരാൻ സാധിക്കൂല. ഞാൻ അങ്ങനെ വന്നാൽ ഭയപ്പെടുന്ന പല സംഗതികളും നിങ്ങൾ കാണേണ്ടി വരും. ഞാൻ അങ്ങനെ പല രംഗങ്ങളും കാണാറുണ്ട്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് വലിയൊരു കാവലാണോ, അവിടെ പോയി നേതൃത്വം കൊടുക്കാനോ, ഒന്ന് തൊട്ടുപോരാനോ, എന്തെങ്കിലും സംഗതികൾ കുടിക്കാനോ ഭുജിക്കാനോ എനിക്ക് സാധിക്കുകയില്ല. എന്റെ മുന്നിൽ അതിന് തടസ്സം നിൽക്കുന്ന ധാരാളം ആളുകൾ ഞാൻ അവിടെ കാണാറുണ്ട്. അതുകൊണ്ട് എന്നെ നിങ്ങൾ കൊണ്ടുപോകരുത്. ഉടനെ അബൂ ത്വാലിബ് പറഞ്ഞു, മോനെ, അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ എന്തോ ഒരു പിശാചിന്റെ ബാധയുണ്ട്. അതുകൊണ്ട് ആ പിശാച് ബാധയും കൂടി നമുക്കിന്ന് മാറ്റാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പിശാചിന്റെ ബാധയൊന്നുമല്ല, അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശമാണ്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോരാനില്ല. ഞാൻ അങ്ങോട്ട് വന്ന് വല്ലതും കണ്ടാൽ പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ നിങ്ങളും കാണേണ്ടി വരും.
നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അബൂ ത്വാലിബ് ക്ഷണിച്ചപ്പോൾ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെന്നു. ഭവാന എന്ന് പറയുന്ന ആ സ്വനമിന്റെ അടുത്ത് തങ്ങൾ എത്തിയപ്പോൾ അതിന്റെ മുന്നിൽ അതാ ശുഭ്രവസ്ത്രധാരികളായ ധാരാളം ആളുകൾ. അവര് വന്നിട്ട് പറയുന്നു ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, നിങ്ങൾ പിരിഞ്ഞു പോകണം, നിങ്ങൾ പിന്തിരിഞ്ഞു പോകണം, വീട്ടിലേക്ക് പോകണം. നിങ്ങൾ ഒരിക്കലും ഇതുപോലെയുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കേണ്ട ആളല്ല. അബൂ ത്വാലിബും കുടുംബവും എത്തുന്നതിന് മുമ്പ് തന്നെ തങ്ങൾ അവിടുന്ന് വാഹനത്തിൽ കയറി വീട്ടിലെത്തി. തിരിച്ചവര് വന്നപ്പോൾ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ എനിക്കിതിന് പറ്റില്ല എന്ന്. ഞാൻ അവിടെ ശുഭ്രവസ്ത്രധാരികളായ ധാരാളം ആളുകളെ കണ്ടു. അവരെനിക്ക് നിർദ്ദേശം നൽകി തിരിച്ച് വീട്ടിലേക്ക് പോകണം. നിങ്ങൾ ഈ ആഘോഷത്തിന് നേതൃത്വം കൊടുക്കേണ്ട ആളല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ യൗവനകാലത്തെ കൗമാരകാലത്തെ ജീവിതം അതാണെങ്കിൽ നിങ്ങൾ നോക്കി 25-ാമത്തെ വയസ്സിൽ തങ്ങൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോ തങ്ങൾ ആരെയാണ് വിവാഹം ചെയ്യുന്നത്? 40 വയസ്സുള്ള സയ്യിദത്തുനാ ബീവി ഖദീജ റളിയല്ലാഹു അൻഹയാണ്. സഹോദരങ്ങളെ, നമ്മൾ പഠിക്കേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട് അവിടെ. വിശുദ്ധ ഇസ്ലാമിനെ വിമലീകരിക്കുന്ന, അനാവശ്യമായി ഇസ്ലാമിനെ വളച്ചൊടിക്കുന്ന, യാഥാർത്ഥ്യങ്ങൾ ഒന്നും മനസ്സിലാക്കാത്ത ആളുകൾ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിക്കുന്നത് കൂടുതൽ വിവാഹത്തിന്റെ പേരിലാണെങ്കിൽ തങ്ങളുടെ വിവാഹം വികാര നിർവഹണത്തിന് വേണ്ടിയല്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് എത്ര മധുര 17കാരികൾ ആ മക്കയിലുണ്ടെന്ന്. പക്ഷേ തങ്ങൾ സ്വീകരിക്കുന്നത് ആദ്യമായിട്ട് ഒരു 40 വയസ്സുള്ള, നേരത്തെ 2 വിവാഹം കഴിഞ്ഞ് അതിൽ സന്താനങ്ങളുള്ള ഖദീജ റളിയല്ലാഹു അൻഹയാണ്. നമ്മളെ നാട്ടിൽ ഒരാൾ അങ്ങനെ സ്വീകരിച്ചാൽ എന്ത് പറയും? ഒരു 40കാരിയെ ഒരാൾ അങ്ങനെ സ്വീകരിച്ചാൽ എന്ത് പറയും? എല്ലാവരും കമന്റുകളൊക്കെ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. ജനസംസാരം എന്തായിരിക്കും? ആ പെണ്ണെത്ര കുലീന വനിതയാണെങ്കിലും ഈ നാട്ടുകാരെന്ത് പറയും? ആ കുടുംബം എത്ര കോടാനക്കോടിയുള്ളവരാണെങ്കിലും നാട്ടുകാരെന്ത് പറയും? തങ്ങൾ സ്വീകരിച്ചതാ ഒന്നിന്റെ പേരിലല്ല. ഖദീജ ബീവിക്ക് മാത്രം സ്വന്തമായൊരു സൽപ്പേരുണ്ടെന്ന് മക്കയിൽ. ജാഹിലിയ കാലഘട്ടത്തിലും ആ പേരുണ്ട്, ഇസ്ലാമീയത്തിലും ആ പേരുണ്ട്. ഖദീജത്തു ത്വാഹിറ. ത്വാഹിറ എന്നൊരു വിശുദ്ധ വനിത, വിശുദ്ധ വനിത എന്ന അർത്ഥമുള്ള ഒരു പേരുണ്ട്. കാരണം ഖദീജ റളിയല്ലാഹു അൻഹാ ഒരൊറ്റ വിഗ്രഹത്തിനും തലകുനിക്കാത്ത ഒരു പെണ്ണാണ്, ഒരു വിഗ്രഹത്തിനും നേർച്ചയാക്കാത്ത ഒരു പെണ്ണാണ്. അതുപോലെ തന്നെ അന്ന് ജനങ്ങളിൽ തീണ്ടിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരികമായ ഒരു പ്രവണതയിലും ഒരു പ്രവർത്തനത്തിലും ഒരിക്കലും സംബന്ധിക്കാത്ത മഹൽ വനിതയാണ്. ആ മഹത്വമുള്ളത് കൊണ്ട് ബീവി ഖദീജ റളിയല്ലാഹു അൻഹേ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വീകരിക്കുകയാണ്. ആ സ്വീകരണത്തിലൂടെ മക്കക്കാർക്കൊരു ലോക ജനതക്കൊരു പുതുപാഠം നൽകുകയാണ്. കുടുംബ ജീവിതം നയിക്കേണ്ട സ്നേഹത്തിന്റെ ശൈലി എങ്ങനെയാണ് പരസ്പരം സ്നേഹിക്കേണ്ടത്. അന്ന് വരെ മക്കക്കാർക്ക് പലർക്കും അറിയാത്ത സ്നേഹത്തിന്റെ വഴികൾ മുന്നിലേക്ക് കാണിച്ചു കൊടുക്കുന്നു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖദീജ റളിയല്ലാഹു അൻഹ എങ്ങനെയാണ് തങ്ങളെ സ്നേഹിക്കുന്നത്? തങ്ങൾ എങ്ങനെയാണ് ഖദീജ റളിയല്ലാഹു അൻഹയെ സ്നേഹിക്കുന്നത്? 2 ഭാഗത്തുമുള്ള സ്നേഹങ്ങൾ, സ്നേഹ ഭാഷ്യങ്ങൾ, സ്നേഹത്തിന്റെ തലങ്ങൾ മക്കക്കാര് അനുദിനം അനുഭവിക്കുമ്പോൾ അവരുടെ ജീവിതം ക്രമാതീതമായി മാറുകയാണ്. പലരും മനസ്സിലാക്കുകയാണ് കുടുംബജീവിതം അങ്ങനെയാണ് നയിക്കേണ്ടത്, അങ്ങനെയാണ് ജീവിക്കേണ്ടത്, അങ്ങനെയാണ് സ്നേഹിക്കേണ്ടത്. സ്വന്തം ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അപഹാസ്യകരമായ, പരിഹാസകരമായ കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് വളർന്നു വന്നാൽ എന്തായിരിക്കും അതിനുള്ള പ്രതികരണം? ഖദീജ റളിയല്ലാഹു അൻഹ സ്നേഹം കൊണ്ട് സമ്മാനിച്ച പ്രതികരണമാണ് മക്കക്കാർ അത്ഭുതപ്പെടുത്തിയത്. പലരും പറഞ്ഞു ഖദീജ റളിയല്ലാഹു അൻഹയെ വിളിച്ച്, എത്ര സാമ്പത്തിക പുരോഗതിയുള്ള ആളുകൾ ഈ നാട്ടിലുണ്ട്, സാമ്പത്തികമായി പുരോഗതിയൊന്നും ഇല്ലാത്ത ഒരു പുതിയാപ്പിളയാണ് സ്വീകരിക്കാൻ കണ്ടത്. ഖദീജ റളിയല്ലാഹു അൻഹ തിരുത്തി, ഇനി മേലാൽ ലോകത്തൊരാളും അങ്ങനെ ശബ്ദിക്കരുതെന്ന തീരുമാനത്തോടെ ഒരു വലിയ സ്നേഹം കൊണ്ടതിന് മറുപടി നൽകുകയാണ്. മഹദി ജനങ്ങളെ വിളിച്ചു, ആക്ഷേപകരെ മുഴുവനും വിളിച്ചു, കൂട്ടത്തിൽ സാക്ഷിയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു. നല്ല ഒരു സൽക്കാരമുണ്ടാക്കി.
എല്ലാവർക്കും ഭക്ഷ്യവസ്തുക്കളൊക്കെ കൊടുത്ത ശേഷം മഹദി പറഞ്ഞു പോകാനായിട്ടില്ല, ഒരു ചെറിയ പണിയും കൂടിയുണ്ട്, എല്ലാവരും അതിന് സാക്ഷിയാകണം. ഒരു നീണ്ട വിരിപ്പ് വിരിച്ചു. എന്നിട്ടതിൽ ഇഷ്ടം പോലെ സ്വർണ്ണാഭരണങ്ങൾ, വെള്ളിയാഭരണങ്ങൾ, മുത്തുകൾ ഒക്കെ കൊണ്ടുവന്ന് വിതറിയ ശേഷം ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നു, ഇതെല്ലാം എന്റെ ഭർത്താവിനുള്ള സമ്പത്താണ്. ഇനി നിങ്ങളാരും ഒരിക്കലും സമ്പത്തില്ലാത്ത ആളെന്ന് ആക്ഷേപം പറയരുത്. അള്ളാഹു ഖുർആനിലൂടെ ആ വലിയ സ്നേഹം എടുത്തു പറഞ്ഞു. പലരും തങ്ങളെ ഒന്നുമില്ലാത്ത ആളായി ചിത്രീകരിച്ചപ്പോൾ, ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളായി പലരും വിലയിരുത്തിയപ്പോൾ അള്ളാഹു തങ്ങൾക്ക് സമൃദ്ധി തന്നു. ഇമാം ഖുർത്തുബി തങ്ങൾ ഈ വാക്ക് വിശദീകരിച്ചു. ഖദീജ, ഖദീജ റളിയല്ലാഹു അൻഹയുടെ സമ്പത്ത് കൊണ്ട് അള്ളാഹു തങ്ങൾക്ക് ഐശ്വര്യം തന്നു. ആ സമ്പത്ത് നൽകുന്നത് ഒരു സ്നേഹത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ നോക്ക്, സമ്പത്ത് തൊട്ടാൽ പലർക്കും സ്നേഹം കുറയും, ബാക്കി എന്തുമാവാം, പക്ഷേ സമ്പത്ത് തുടരുത്. ആവശ്യത്തിനാണെങ്കിലും ചോദിക്കരുത്, അപ്പൊ സ്നേഹം അസ്തമിച്ചു പോകും. എന്നാ സത്യത്തിൽ സ്നേഹം അങ്ങനെയല്ല. ആവശ്യത്തിന് കൊടുക്കേണ്ടിടത്ത് കൊടുക്കുമ്പോഴാണ് സ്നേഹം വരുന്നത്. അത് ലോകത്തെ പഠിപ്പിക്കുന്നു. ഖദീജ റളിയല്ലാഹു അൻഹ ഈ സമ്പാദ്യങ്ങൾ മുഴുവനും എന്തിനാണ്? നല്ല സ്നേഹത്തോടെ ജീവിക്കാനുള്ള മാധ്യമങ്ങളാണ്. കണ്ടു സുഖിക്കാനോ അല്ലെങ്കിൽ കനം കൊണ്ട് ആസ്വദിക്കാനോ അല്ല. അതൊരു പക്ഷേ ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു. ആവശ്യങ്ങൾക്ക് വേണ്ട വിധം ഉപയോഗപ്പെടുത്തിയിട്ട് വേണ്ട രൂപത്തിലുള്ള സ്നേഹമസൃണമായ ജീവിതം നയിക്കാനാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ സ്നേഹം ജനങ്ങൾ വായിക്കുകയാണ്. കുറച്ചുകൂടി കാലം കഴിയുമ്പോ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏകാന്തവാസം വല്ലാത്ത ഇഷ്ടമായി വന്നു. അപ്പോഴാണ് ജബലുന്നൂറിന്റെ മുകളിൽ ഗാർ ഹിറായിലേക്ക് തങ്ങൾ പോകുന്നത്. ഗാർ ഹിറായിൽ ദിവസങ്ങളോളം തങ്ങൾ താമസിക്കാൻ പോകുമ്പോ 3, 4, 5 ദിവസത്തേക്കുള്ള ഭക്ഷണം കരുതി പോകും. അങ്ങനെ ഭൂമിയിൽ നിന്ന് ഏറ്റവും ഉയരം കൂടിയ പർവ്വതം 800 അടി ഉയരത്തിലേക്ക്, ഇന്നുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങളൊന്നും അന്നില്ല. പിന്നെയോ അന്നത്തെ ആ ഒരു കൂറ്റൻ പർവ്വതത്തിൽ വളഞ്ഞു പുറഞ്ഞു നിൽക്കുന്ന പാറക്കൂട്ടങ്ങൾ മാത്രം. പ്രായാധിക്യത്തിൽ ഖദീജ റളിയല്ലാഹു അൻഹ രാവിലെയും വൈകുന്നേരവും ആ മലയുടെ മുകളിലേക്ക് കയറുന്നത് എല്ലാ ആളുകളും കാണുകയാണ്. എന്താണ് അങ്ങനെ കയറുന്നതിന്റെ പിന്നിലുള്ള ഒരു തത്വം? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് കാണിക്കുന്ന അവാച്യമായ സ്നേഹമാണ്. ഭർത്താവിനോട്, പ്രിയതമനോട്, സഹധർമ്മിണി കാണിക്കേണ്ട ഒരു സ്നേഹമാണ്. ഇന്ന് ആ സ്നേഹം അസ്തമിച്ചു പോവുകയാണ്. പഴയ കാലത്ത് നമ്മുടെ നാട്ടുകളിലുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാം, ഉപ്പാപ്പമാര് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ദീനിന്റെ ഖിദ്മത്ത് നിർവഹിച്ച് 12 മണിക്ക് വീടോടണയുന്ന സമയത്ത് ആ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ 2 പേര് മാത്രമാണ് ബാക്കിയുള്ളത്. ഒന്ന് നമ്മുടെ ഉമ്മാമയാണ്, മറ്റൊന്ന് ഉപ്പാപ്പയെ കാത്തിരിക്കുകയാണ്. ഉപ്പാപ്പയും ഉമ്മാമയും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന നേരം ഉമ്മാമ അവരെയും കാത്ത് ഒരുപാട് ഔറാദുകളും ചൊല്ലിയിരിക്കുകയാണ്. ഇന്നങ്ങനെയല്ല. ഇന്ന് നേരത്തെ മെസ്സേജ് അയക്കുകയാണ്, ഉറക്കം വരുന്നുണ്ട്, അടുക്കളയിലുണ്ട് ഭക്ഷണം, വേണമെങ്കിൽ എടുത്ത് പാചകം ചെയ്ത് കഴിച്ചോളൂ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ സ്നേഹം അവിടെ കഴിഞ്ഞു. മുമ്പ് അങ്ങനെയല്ല. ആ ജീവിതത്തിൽ മുമ്പ് ഒരു രസം ഉണ്ടായിരുന്നു. ആ ഒരു സ്നേഹത്തിന് വല്ലാത്തൊരു മധുരമുണ്ടായിരുന്നു. അത് കണ്ട് പഠിച്ചിരുന്നു അടുത്ത തലമുറ. എന്ന് പഠിക്കാനത് വേണ്ടേ? ഉണ്ടെങ്കിലല്ലേ പഠിക്കല്, ഇല്ലാതെന്ത് പഠിക്കും? ആർക്കാണ് ഇതിന് ഒഴിവും കഴിവൊക്കെ ഉള്ളത്? ഭക്ഷണം തങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷേ രാവിലെ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോ ഖദീജ റളിയല്ലാഹു അൻഹയുടെ മനസ്സിന് വല്ലാത്തൊരു വിഷമം. ഞാനിവിടെ ഭക്ഷണം കഴിക്കുമ്പോ അങ്ങകലെ ജബലുന്നൂറിന്റെ മുകളിൽ ഹിറാ ഗുഹയിൽ താമസിക്കുന്ന എന്റെ പ്രിയതമനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിച്ചോ ഇല്ലേ എന്ന് അറിയാഞ്ഞിട്ടുള്ള ഒരു വിഷമം. ഒന്ന് അറിഞ്ഞു വന്നാ പിന്നെ കഴിക്കാന്നുള്ളവർക്ക്. ഇനി അഥവാ ഭക്ഷണം തീർന്നു പോയെങ്കിലോ എന്ന് കരുതി ഭക്ഷണപാത്രവുമായി അങ്ങോട്ട് നീങ്ങുകയാണ്. ആ മലമുകളിലേക്ക് കയറുന്നു. 55-ാമത്തെ വയസ്സിൽ രാവിലെയും വൈകുന്നേരവും ഒരു ദിവസം 2 നേരം. ആരും തടഞ്ഞാലും തടയാൻ കഴിയില്ല. മക്കാരൊക്കെ കാണുന്നു, എവിടുക്കാ പോകുന്നു, എന്താ സംഗതി? അവരൊക്കെ അറിയല്ലേ, അവരൊക്കെ അനുഭവിക്കല്ലേ, ഭക്ഷണമായിട്ട് പോവുക. അപ്പൊ തങ്ങൾ കൊണ്ടുപോയിട്ടില്ല എന്നൊക്കെ ചോദിക്കുന്നു. പക്ഷെ അതിനൊക്കെ മറുപടി ഒക്കെ ഉണ്ടെങ്കിലും അതൊന്നും ആയിട്ടില്ല, അതൊന്നും മതിയായിട്ടില്ല.